ഹലോ ഹലോ ഫേവർ ലൂബ. പിന്നെ ആ വഴിക്കൊന്നും കണ്ടില്ലല്ലോ. തിരക്ക് കടയിൽ എപ്പോഴും തിരക്കാണേ. സൗത്ത് ഇന്ത്യന്ന് മുഴുക്ക ആളുകൾ വരുന്നുണ്ടാവൂലോ, അപ്പൊ തിരക്കുണ്ടാവും. നടക്കാത്ത വാച്ചെന്തിനാ കൈ കെട്ടണേ? അതഴിച്ചു തന്നിട്ട് ദാ ഇത് കെട്ടിക്കോളൂ. സമയം അറിയില്ലല്ലേ പ്രധാനം. ഇതിലിപ്പോ സമയം കൃത്യ 5:45. അപ്പൊ ഇതിന്റെ സൂചി മുന്നോട്ട് നടക്കാൻ തുടങ്ങിയോ? കൊറേ പിന്നോട്ട് നടന്നപ്പോ അതിന് തോന്നി കാണും എന്നാ ഇനി കുറച്ച് മുന്നോട്ട് നടക്കാന്ന്. എന്നാലും ഇനിയും കേടാവൂലോ. അപ്പൊ കേട്ടോ, അയൽക്കാരന്റെ ഗിഫ്റ്റ് ആയിട്ട് കുട്ടിക്കോളൂ. സമയം ഇതിലും കൃത്യ. നിർബന്ധം അച്ഛാ തന്നോളൂ. മുത്തശ്ശി കെട്ടിക്കോളും. ടൈം പീസ് പൂച്ച തട്ടിയിട്ട് ഉടച്ചതുകൊണ്ട് സമയം അറിയാൻ പറ്റില്ലാന്ന് മുത്തശ്ശി ഇന്നലെ കൂടി പറഞ്ഞു കേട്ടു. വലിയ ഉപകാരം കേട്ടോ. ഇത് ഗിഫ്റ്റ് തന്നെയല്ലേ, കൊടുക്കാൻ ബില്ലേക്കരുത്. ഇന്നലെ കൈ ഒരുപാട് പൊള്ളിയല്ലേ? കൈ പൊള്ളു? ആ, സന്ധ്യക്ക് കാർത്തികൾക്ക് വെച്ചപ്പോ. എങ്ങനെയാ കണ്ടത്? അപ്പൊ ആ പരിസരത്തൊന്നും കണ്ടില്ലല്ലോ. മനക്കണ്ണുകൊണ്ട് ദിവ്യദൃഷ്ടി ഉണ്ട് എനിക്ക്. അന്ന് തുമ്മിയ കാര്യം ഞാൻ പറഞ്ഞില്ലേ. ഇനി കാലാകാലങ്ങളിൽ ഇതുപോലെ ഓരോ പ്രവചനങ്ങൾ എന്നിൽ നിന്നും പ്രതീക്ഷിക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് നാളെ പൗർണമി. നോസ്റ്റഡാമസ് എന്ന് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അയ്യർ ദി ഗ്രേറ്റ് കണ്ടിട്ടുണ്ടോ? അതിലെ മമ്മൂട്ടിയെ പോലെ എന്റെ പ്രവചനങ്ങളും ഇനി സംഭവിക്കാൻ പോവുകയാണ്. നാളെ രാത്രി താൻ ഉറങ്ങിക്കിടക്കുമ്പോ സമയം ഏതാണ്ട് 12-ന് 1 മിനിറ്റ് മുമ്പുള്ളപ്പോൾ വിദൂരതയിൽ നിന്നൊരു പാട്ടൊഴുകിയെത്തുന്നു. താൻ അറിയാതെ ഉറക്കമുണർന്നു പോകുന്നു. പാട്ടിന് ചെവി ഓർക്കുന്നു. എവിടെ നിന്നാവും ആ പാട്ടെന്നറിയാൻ അപ്പുറത്ത് കിടക്കുന്ന ചേച്ചിയെ ഉണർത്താതെ താൻ മെല്ലെ എഴുന്നേറ്റ് ജനലിനരികിലേക്ക് വരുന്നു. അപ്പോൾ വിദൂരതയിൽ ഉറങ്ങാതെ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഒരു പാവം നക്ഷത്രം. ആ നക്ഷത്രം തന്നെ തന്നെ നോക്കി പറയും, ഐ ലവ് യു. കാള വാല് പൊക്കണ കണ്ടപ്പോഴേ മനസ്സിലായി സൂക്കട് എന്താണെന്ന്. ബാക്കി ഞാൻ ഭാരതീയച്ചൂട് പറഞ്ഞോളാം. ഗിഫ്റ്റ് എന്ന വാച്ചും അവിടെ ഏൽപ്പിക്കാം. കാളകൾ വാല് പൊക്കണ കാരണം ഒരു കാര്യവും പറയാൻ പറ്റണല്ലോ ഈശ്വര. നാളെ രാത്രി താൻ ഉറങ്ങിക്കിടക്കുമ്പോ സമയം ഏതാണ്ട് 12-ന് 1 മിനിറ്റ് മുമ്പുള്ളപ്പോൾ വിദൂരതയിൽ നിന്നും ഒരു പാട്ടൊഴുകിയെത്തുന്നു. താൻ അറിയാതെ ഉറക്കമുണർന്നു പോകുന്നു. പാട്ടിന് ചെവിയോർക്കുന്നു. പാതിര പുള്ളുണർന്നു പരൽ മുല്ലക്കാടുണർന്നു പാഴ്മുളം കൂട്ടിലെ കാറ്റുണർന്നു. പാതിര പുള്ളുണർന്നു പരൽ മുല്ലക്കാടുണർന്നു പാഴ്മുളം കൂട്ടിലെ കാറ്റുണർന്നു. താമര പൂങ്കൊടി തങ്കച്ചിലമ്പൊലി നീ മാത്രം ഉറക്കമെന്തേ പിണക്കമെന്തേ. പാതിര പുള്ളുണർന്നു പരൽ മുല്ലക്കാടുണർന്നു പാഴ്മുളം കൂട്ടിലെ കാറ്റുണർന്നു. ചന്ദനജാലകം തുറക്കൂ, നിൻ ചെമ്പകപ്പൂ മുഖം വിടത്തു. നാണത്തിനെ തിരി കൊളുത്തു, ഈ നാട്ടുമാഞ്ചോട്ടിൽ വന്നിരിക്കൂ. അഴകുഴിയും മിഴികളുമാ കുളിരണിയും മൊഴികളുമാ ഒരു മാത്ര എന്നെയും ക്ഷണിക്കൂ.
ഈ രാത്രി ഞാൻ മാത്രമാ പാതിരപ്പുള്ളുണർന്നു പരൽ മുല്ലക്കാടുണർന്നു പാഴ്മുളം കൂട്ടിലെ കാറ്റുണർന്നു അഞ്ജനക്കാവിലെ നടയിൽ ഞാൻ അഷ്ടപതിലയം കേട്ടു അന്നു തൊട്ടൻ കരൾ ചെവിയിൽ നീ ആദ്രയം രാധയായി തീർന്നു പുഴയൊഴുകും വഴിയരികിൽ രാക്കടമ്പിൻ പൂമഴയിൽ മുരളികയോടി നിൽക്കൂ പ്രിയമോടെ വരുകില്ലയോ പാതിരപ്പുള്ളുണർന്നു പരൽ മുല്ലക്കാടുണർന്നു പാഴ്മുളം കൂട്ടിലെ കാറ്റുണർന്നു താമരപ്പൂങ്കൊടി തങ്കച്ചിലമ്പൊലി നീ മാത്രം ഉറക്കമെന്തേ പിണക്കമെന്തേ പാതിരപ്പുള്ളുണർന്നു പരൽ മുല്ലക്കാടുണർന്നു പാഴ്മുളം കൂട്ടിലെ കാറ്റുണർന്നു നമ്മുടെ നാട്ടുകാർക്ക് ചിരട്ടാന്ന് പറഞ്ഞ പുച്ഛമല്ലേ സായിപ്പന്മാര് തന്നെ വരണം ഇതൊക്കെ വാങ്ങാൻ സീസൺ അല്ലാത്തതുകൊണ്ട് ഒരു കുഞ്ഞിനെ കാണാനുമില്ല കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന് തന്നെ ബാക്കിയാ വില കുറയ്ക്കാൻ വേണ്ടി പ്രഭാരേട്ടൻ അങ്ങനെയൊക്കെ പറയും സൊസൈറ്റിക്ക് ലാഭം ഉണ്ടാക്കി കൊടുത്തിട്ട് എനിക്കെന്താ കുഞ്ഞ് ഈ കുട്ടി കഷ്ടപ്പെട്ടുണ്ടാക്കണതല്ലേ മൊത്തം ഒരു 500 ഇടാ അല്ലേ അയ്യോ അതുപോലെ പ്രഭാരേട്ടാ ഒരു 750 തരണം അത് ഇത്തിരി കൂടുതലാ കൂടിയ ഒരു 550 അതിനേ ഉള്ളൂ എന്നാ 600 550 കൂടുതലേ കുട്ടി എന്നാ ഒരു 575 25 റുപ്യക്ക് 2 കിലോ പഞ്ചസാര കിട്ടും പ്രഭാരേട്ടാ ഭരതമാഷക്ക് ഇങ്ങനെ ഒരു കുട്ടിയോ എന്തൊരു കണക്ക് പറച്ചിലത് എന്തിനാ അതൊക്കെ വാങ്ങിയത് എന്റെ കുട്ടിയോളെ അത്യാവശ്യത്തിനുള്ളതൊക്കെ ഉണ്ടല്ലോ എന്റെ കയ്യില് ഇത് മുത്തശ്ശിയുടെ പിറന്നാളിന്റെ വകയെന്ന് കൂട്ടിക്കോളൂ അന്നൊന്നും വാങ്ങാൻ പറ്റില്ലല്ലോ എന്റെ ശമ്പളം വീട്ടു ചെലവിന് തന്നെ തികയണില്ല അതിന്റെ കൂടെ ഇത് എന്റെ വകയൊന്നുമല്ല ഇച്ചേച്ചിയുടെ വകയാ ആട്ടക്കാരുടെ മക്കളാരില്ലേടിയുടെ കുഞ്ഞപ്പൻ ഇന്നലെ തേങ്ങ വന്നപ്പോ പറ്റില്ലാന്ന് പറഞ്ഞു തള്ള അല്ലേ പറഞ്ഞു ഈ തൊടിയിൽ വന്ന് തേങ്ങയിടേണ്ട കാര്യം എന്താ അവന് ഞാൻ പറഞ്ഞിട്ടാവൻ വന്ന് നീ ഇങ്ങനെ തുടങ്ങിയ കൊറേ പ്രയാസമുണ്ട് രഘു ആകെ 10 20 തേങ്ങയാ കിട്ടണത് അതുമന് ഇവിടെയും കാര്യങ്ങളില്ലേ സമ്പാദിക്കണ്ടല്ലോ മക്കള് സമ്പാദിക്കണ്ടെങ്കിലേ അത് നല്ലോണം കഷ്ടപ്പെട്ടിട്ടാ ആരും കൊണ്ടത്തരണമൊന്നുമില്ലല്ലോ ആങ്ങളെന്ന് പറഞ്ഞ് നടക്കണ ഒരാള് ഒരു 100 ഉറുപ്പിയേക്കാളെ ഇവിടെ കാശൊന്നുമില്ല ഉണ്ടെങ്കിലും തരാൻ പോണില്ല കേസ് കൊടുത്തിരിക്കില്ല അമ്മയും മോനും ഞങ്ങളെ ഇവിടെ ഇറക്കി വിടാൻ കള്ളു കുടിക്കാൻ കാശ് തരില്ല എന്ന് പറഞ്ഞ് കൊടുക്കൊരു കേസും കൂടി എനിക്ക് എന്റെ അമ്മയ്ക്ക് ആവശ്യപ്പെട്ടാണ് വീട് ഇറക്കി വിടും എല്ലാറ്റിനും ഒരു ദിവസം ഞാൻ സുപ്രസിദ്ധ സംഗീത സംവിധായകൻ നാടകൃത്ത് നടൻ ബഹുമുഖ പ്രതിഭ ആട്ടക്കാരെ പോലെ വലിഞ്ഞേറിയൊന്നല്ല എന്റെ അമ്മ നാട്ടുകാരുടെ ഈ തള്ളയുടെ മുന്നിൽ വെച്ച് താലി കെട്ടിക്കൊണ്ടുവന്നതാ ആ അസത്ത് അച്ഛനെ മയക്കിയെടുത്തപ്പോ ഈ തള്ളയിന് കൂട്ടുന്നു നിന്റെ അമ്മയുടെ സ്വഭാവ ഗുണം കൊണ്ടാ ഭരതൻ ഉപേക്ഷിച്ചു പോന്നത് പഴയ കഥയൊന്നും പറയണ്ട നീ പറയുന്നല്ലേ എനിക്ക് പറയാനുള്ളതൊക്കെ പറയും കാശ് കൊണ്ടെടുക്ക് എനിക്ക് പോണം ഇവിടെ കാശില്ലാന്ന് പറഞ്ഞില്ലേ കാശില്ല അയ്യോ കാശ് എവിടെ വെച്ചിരിക്കേ ഇവിടെ ഇല്ല അയ്യോ എന്റെ കുട്ടി
കഷ്ടായിപ്പോയി, മഹാകഷ്ടായിപ്പോയി. കണ്ടില്ലേ കുട്ടികളുടെ മുഖം പൊട്ടിരിക്കണേ? തോന്നിയാസ ചക്കൻ കാണിച്ച് പെൺകുട്ടികൾ മാത്രമുള്ള വീട്ടിൽ കയറി ഇങ്ങനെ അതിക്രമം കാണിക്കേ. ഹോ ദുഷ്ടൻ, കാർക്കോടകൻ. ഇതൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നു. ഇത്ര എന്നെ കൊണ്ട് പറ്റൂ. അച്ചുവേട്ടൻ അങ്ങനെ പറയുന്നത്. പിന്നെ എങ്ങനെ പറയണം? മയക്കെടുത്ത് നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടി പ്രതിഷേധ യോഗം നടത്തണോ? അച്യുതന്റെ അടുത്തല്ലാണ്ട് അവരാരുടെ അടുത്താ പോയി പറയാ? ഓ ഉണ്ടല്ലോ അയൽക്കാര്. വേണമെങ്കിൽ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടാം, അല്ലെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാം. കള്ളുകൂടി അടിപിടിയായിട്ട് നടക്കുന്നവരെന്ത് പോലീസ്? വെറുതെ വാശി കൂട്ടാന്നല്ലാണ്ട്. എന്നാ പിന്നെ മിണ്ടാണ്ട് ഇറങ്ങി കൊടുക്കുക. ഉപദ്രവം ഉണ്ടാവില്ലോ. എന്നിട്ടൊരു വീട് വാടകയ്ക്ക് എടുക്കുക. ഉദ്യോഗസ്ഥ ഉണ്ടല്ലോ, ഉദ്യോഗസ്ഥ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി കൊടുക്കണില്ല. മുത്തശ്ശിക്കും കൂടി അവകാശപ്പെട്ടതാ വീട്. മുത്തശ്ശിക്ക് അവകാശമുണ്ട്. പക്ഷേ നിയമപരമായിട്ട് ഇപ്പോഴും അവന്റെ അമ്മ തന്നെയാ നിങ്ങളുടെ അച്ഛന്റെ ഭാര്യ. കോടതിയുടെ മുമ്പിൽ നിങ്ങളെ വെപ്പാട്ടിയുടെ മക്കളാ. ഇങ്ങനെ കണ്ണ് ചോരിയില്ലാണ്ട വർത്തമാനം പറയരുത് അച്യുത. ഒന്നുമില്ലെങ്കിൽ നീ അവരുടെ അമ്മാമയല്ലേ? അമ്മാമ അങ്ങനെ ഒരു വിചാരമുണ്ടോ വിറ്റോളക്ക്? അഹങ്കാരല്ലേ അഹങ്കാരം. അങ്ങനല്ലേ വരൂ. അച്ഛന്റെ മക്കളല്ലേ. പുച്ഛായിരുന്നു പുച്ഛം. ഞാൻ പിശുക്കനാണ്, അരസികനാണ്, വലിയ കലാകാരനല്ലേ. മദ്രാശിയിൽ ഡാൻസ് പഠിക്കാൻ പോയ പെണ്ണിനെ വശീകരിച്ചെടുത്തതാ സംഗീതം പാട്ടെന്നൊക്കെ പറഞ്ഞ്. ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ പെങ്ങളായിട്ട്. അറിയോ സുകുമാരന്? അതൊക്കെ പഴയ കഥകളല്ലേ, അവര് മരിച്ചും പോയി. പഴയ കഥയ്ക്ക് പുതിയ പതിപ്പ് ഇറങ്ങിയിട്ടുണ്ടല്ലോ. കണ്ടില്ലേ ഒരുത്തി കോളേജിൽ നിന്ന് ഒരുത്തന്റെ കൂടെ പ്രേമിച്ചോടിപ്പോയി. അമ്മയുടെ പാരമ്പര്യം. അതിന്റെ പേരിൽ നാണക്കേടിന്റെ പങ്ക് അച്ചുവന്നായിരുന്നു. മതി വിസ്തരിച്ചത്. നാണക്കേടൊക്കെ ഞങ്ങൾ സഹിച്ചോളാം. ആരും സഹായം ചോദിച്ചാൽ നിങ്ങൾ വരണില്ല. ആ പേരിൽ കാശ് ചെലവെന്ന് പേടിക്കേണ്ട അച്ചുവന്നായര്. വരണ്ട വരണ്ടെന്ന് 1000 പ്രാവശ്യം പറഞ്ഞല്ലേ മുത്തശ്ശിയോട്. ഇപ്പൊ തൃപ്തിയായില്ലേ? ഇറങ്ങണ്ടോ അങ്ങട്? രാംദാസ് വക്കീൽ പറഞ്ഞു അച്ചുവേട്ടൻ അതുവരെ ഒന്ന് ചെന്നാൽ അവന്റെ വക്കീലിനെ കണ്ട് ഒരു ഒത്തുതീർപ്പിന് ശ്രമിച്ചു നോക്കാന്ന്. അതൊന്ന് പറയാൻ വേണ്ടിട്ടാ ഞാൻ കൂടി വന്നത്. എല്ലാം ഒത്തുതീർപ്പാക്കാം. എല്ലാം കഴിഞ്ഞ് അയാളൊരാളെ ഇങ്ങട് വിടും. വീടും പറമ്പും വിറ്റ് വക്കീൽ ഫീസ് ഇയാൾ കൊടുക്കൂ. രാമദാസ് വക്കീൽ തന്നെ വേണല്ലോ. ആരൂരിയായിരുന്നു എന്റെ കുട്ടികൾക്ക് ഈശ്വര. കോയമ്പത്തൂർ പോയിരിക്കായിരുന്നു ഇന്നലെ ഞാൻ. വന്നപ്പോ അടുത്തമ്മ പറഞ്ഞിട്ട് അറിഞ്ഞത്. മുറിവ് അധികം ഉണ്ടോ? സാരില്ല. ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഉപദ്രവം? ഇടയ്ക്കിടയ്ക്ക്. അച്ഛൻ മരിച്ചേ പിന്നെയാ. ഞങ്ങളവിടെ നിറങ്ങണ വരെ ഉണ്ടാവും. വക്കീൽ എന്താ പറഞ്ഞത്? കേസ് കഴിയാനിടത്തോളം നീട്ടിക്കൊണ്ട് പോവാം. പക്ഷെ അതുകൊണ്ടും കാര്യം ഉണ്ടാവില്ല. അവകാശമില്ലല്ലോ ഞങ്ങൾക്ക്. ഞങ്ങള് സെപ്പാട്ടിയുടെ മക്കളല്ലേ. എനിക്ക് എങ്ങനെയാ തന്നെ സഹായിക്കാൻ പറ്റാ? സഹായിക്കാൻ ഉത്തരവാദപ്പെട്ടവരെന്നെ ചെയ്യണില്ല. ഉത്തരവാദിത്തപ്പെട്ടവരില്ലെങ്കിൽ വേണ്ട. ഞങ്ങളൊക്കെ ഇല്ലേ? ഞാനുണ്ട്, ഏട്ടനുണ്ട്, ഏടത്തിയമ്മയുണ്ട്.
ഒരാശ്വാസത്തിന് ചിന്തമോളും കൂടി ഉണ്ട്. ഏയ് കരയാ, പെൺകുട്ടികളെ കരയണ കാണാൻ ഒരു ഭംഗിയില്ല. ഗിഫ്റ്റ് എന്ന വാച്ച് അടുത്തമ്മയുടെ അടുത്ത് എത്തിയിട്ടില്ലാട്ടോ. ചിന്തുമോളെ, ഏയ് എന്താ ഇത്? ചേച്ചിയാ ചേച്ചി അവിടെ ഇതിൽ കൂടി നോക്കി അടുത്ത് കാണാം. ഓഹോ, എവിടെ ഒന്ന് നോക്കട്ടെ. ചേച്ചിനെ കാണിച്ചത്. മോള് ഗലീലിയോ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ആ, അങ്ങനെ ഒരാളുണ്ടായിരുന്നു പണ്ട്. അങ്ങനെ ഒരു നീണ്ട കുഴൽ ഇങ്ങനെ ആകാശത്തേക്ക് പിടിച്ച് നക്ഷത്രങ്ങൾ നോക്കുമായിരുന്നു. നമ്മുടെ വീട്ടിലും ഉണ്ട് ഒരു ഗലീലിയോ. പക്ഷേ അങ്ങേര് നക്ഷത്രങ്ങളെ അല്ല നോക്കുക, അല്ലേ പാർവതിയെ? ആ, നീ എന്താ ഊണ് കഴിക്കാത്തെ? ഞാൻ മോളെ ചരിത്രം പഠിപ്പിക്കല്ലേ. ഞാൻ ഈ കോയമ്പത്തൂർ വെച്ച് വാന നിരീക്ഷണ കോഴ്സ്, കറസ്പോണ്ടൻസ് കോഴ്സ് പ്രാക്ടിക്കൽ. നിന്റെ പ്രായമൊക്കെ കഴിഞ്ഞിട്ടാ ഞാനും വന്നത്. മൂന്നിൽ ഏത് നക്ഷത്ര? അങ്ങനെയൊന്നുമില്ല ഏട്ടാ, നമ്മളീ നല്ല ആൾക്കാർ തമ്മിൽ സ്നേഹബന്ധം. നീ കിടന്നു വീട്ടിലൊന്നും വേണ്ട. ചില്ലറ പൈസ ഞങ്ങൾക്കൊക്കെ ഇഷ്ടാണ്. ഇത്തിരി രസമിച്ചോളൂ. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഗോപിയെ. 2 ഏടത്തിമാര് നിൽക്കുമല്ലോ അവിടെ. എങ്ങനെയാ അപ്പൊ ഞങ്ങളൊരു ആലോചനയായിട്ട് അങ്ങോട്ട് ചെല്ലുക? അതിന് ആ കുട്ടിക്ക് ഇഷ്ടമാണെന്നറിയാതെ. അപ്പൊ അവൾക്ക് ഇഷ്ടല്ലേ? ഇഷ്ടമാവാൻ വേണ്ടി ഞാൻ ഗുരുവായൂർ ഒരു ശയന പ്രദർശനം നടന്നുണ്ട്. ഇഷ്ടവും. ആഹാ, ചിന്തുമോളോ, ഇങ്ങോട്ട് വാ. എന്താ? ഇങ്ങോട്ട് വന്നേ. നീ എന്നെ എന്താ വിളിച്ചേ? ചില്ലറ പൈസ കാന്താരി, ഇനി എങ്ങനെ വിളിക്കോ? ചെറിയച്ഛനാ പറഞ്ഞത് അഞ്ചു ചേച്ചിന് ചില്ലറ പൈസ വിളിക്കണമെന്ന്. നിന്റെ ചെറിയച്ഛനെ നല്ല അടി കിട്ടാത്ത കുറവുണ്ട്. ഇന്നലെ എന്തായിരുന്നു ഭാവം? ഞാൻ എത്ര വിളിച്ചു, തിരിഞ്ഞു നോക്കിയിട്ടും കൂടെ ഇല്ല. ഇന്നലെയോ? ആന്നേ. എപ്പോ? സന്ധ്യക്ക്. ചെറിയച്ഛന് മുറിയിൽ ഇത്ര വലിയ കുഴലില്ലേ, അതിൽ കൂടി നോക്കിയാ വിളിച്ചത്. ചെറിയച്ഛനുണ്ടോ അവിടെ? ഇല്ല, കടയിലാ. വാ, നമുക്ക് പോയി നോക്കാം. ചെറിയച്ചി, ശരി. അപ്പൊ ഇതാണ് സൂത്രമല്ലേ? മനക്കണ്ണ്, ദിവ്യദൃഷ്ടി. നിന്റെ ചെറിയച്ഛൻ എപ്പോഴും ഇതിൽ കൂടെ നോക്കാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക്. ചെറിയച്ഛൻ ആരെയാ നോക്കുക? ചില്ലറ പൈസ. എന്നിട്ട് അമ്മ ചോദിച്ചപ്പോ പറയാ ആകാശത്തെ സൂര്യനെ നോക്കാന്ന്. ഡോളയാ അഞ്ചേച്ചിന് തന്നെ നോക്കുന്നത്. കള്ളൻ.
താടിയും പിടിച്ചു നിന്നെ. ആ വാ 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 വാ, വരൂ വരൂ. ജോലി കഴിഞ്ഞ് ഇതിലാണോ വരുന്നത്? മാറി, എനിക്ക് പോണം. പോകാൻ വരട്ടെ. ആരോട് ചോദിച്ചിട്ടാ എന്റെ റൂമിൽ കയറിയത്? എത്ര നാളാ ഇത് തുടങ്ങിയിട്ട്? ഏത് ലെൻസ് വെച്ച് പെൺകുട്ടികളെ നോക്കല്? പെൺകുട്ടികളെ? ഞാനോ? അയ്യേ, ഞാനോ ടൈപ്പൊന്നുമില്ല. ഞാൻ ഈ വാന നിരീക്ഷണം നോക്കി. പെൺകുട്ടികളല്ല, ഒരു പെൺകുട്ടിയെ എനിക്ക് നോക്കാൻ വേണ്ടിട്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് ആ ജനാലയ്ക്ക് പ്രത്യക്ഷപ്പെടാറുള്ളത്. അയ്യടാ, എനിക്ക് നോക്കാൻ വേണ്ടിട്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് വരാന്തയിൽ വന്ന് നിൽക്കാറുള്ളത്. അയ്യാ, എനിക്ക് നോക്കാൻ വേണ്ടിട്ടല്ലേ സന്ധ്യാദീപം വെക്കാൻ എന്നും തുളസിത്തറയിൽ വരാറുള്ളത്. എനിക്കിഷ്ടമാണ്, ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ പോട്ടെ. പോയിക്കോളൂ, എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പോയിക്കോളൂ. ആര് പറഞ്ഞു എനിക്ക് ഇഷ്ടമാണെന്ന്? ഓ, ഇതൊക്കെ ആരെങ്കിലും പറയണോ? വേണമല്ലോ, ഞാൻ പറയണമല്ലോ. പറയ ഒരു പ്രാവശ്യം എന്നെ ഇഷ്ടമാണെന്ന് പറ. പറയട്ടെ. ആ, എനിക്ക് 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 ആ ഇഷ്ടമല്ല. ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലൊരു ഇഷ്ടമില്ലേ? ഉണ്ടല്ലോ. ഇഷ്ടം ഇഷ്ടമാണെന്ന് പറയുന്നത് ഓൾഡ് ഫാഷൻ, ഇഷ്ടം ഇഷ്ടമല്ല എന്ന് പറയുന്നത് ലേറ്റസ്റ്റ്. പാടേ നീ കവർന്നു
സന്ധ്യ നേരത്ത് എന്താ എല്ലാരും ഇരുട്ടത്തിരിക്കണേ? തുളസിത്തറയിൽ തിരിയും വെച്ചിട്ടില്ല. എന്താ ചേച്ചി? ഏയ് എന്താത്? നാമം ചെല്ലണ നേരത്ത് ഇഞ്ചി നിന്നമാരി ഇങ്ങനെ ഇരിക്കുക. ദാ മുത്തശ്ശി വേണമെങ്കിരിക്കണു. മുത്തശ്ശി, ഞാൻ പുകല കൊണ്ടുവരാൻ മറന്നേനാണോ മുത്തശ്ശി പിണങ്ങിയത്? അത് ഞാൻ എപ്പോഴും മറക്കാറുള്ളതല്ലേ. അതിന് ചെറിയ ചേച്ചി എന്തിനാ പിണങ്ങിയിരിക്കണേ? എന്താ ചെറിയച്ചി? എന്താ ഉണ്ടായേ? എന്തുണ്ടായിട്ടുണ്ട്? പറയൂ. പറയാൻ എനിക്ക് യോഗ്യത ഉണ്ടോന്ന് അറിയില്ല. എന്നാലും നിന്നെക്കാളും മൂത്തതല്ലേ ചെറിയച്ചി. ഞങ്ങളെക്കാളൊക്കെ തന്റെ ഇടവും കാര്യപ്രാപ്തി നിനക്കുണ്ട്. നമ്മളെ നിയന്ത്രിക്കാൻ നമ്മളല്ലേ ഉള്ളൂ. മുത്തശ്ശിനെ എത്ര കാലം വെച്ചിട്ടാ ചെറിയച്ചി? അന്ന് ചെറിയച്ചിക്ക് ഒരബദ്ധം പറ്റി. അന്ന് പക്ഷെ അച്ഛനുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ആരുള്ളത്? നമ്മൾ പെൺകുട്ടികളാണ്. കുറ്റം പറയാനേ ആളുകളുണ്ടാവുള്ളൂ. ഇഷ്ടമൊക്കെ പ്രായത്തിലുണ്ടാവും. എന്നാലും ചെറിയച്ചിക്ക് പറ്റിയ പോലെ ആവരുത്. മുത്തശ്ശി, നേരം വെളുക്കുമ്പോ മുതല് രാത്രി കിടക്കണ വരെ സകല ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കണില്ലേ മുത്തശ്ശി ഞങ്ങക്ക് വേണ്ടിയിട്ട്? എന്നിട്ട് എന്താ എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നാൻ? ദേഷ്യണ്ടോ മുത്തശ്ശിക്ക് എന്നോട്? എന്റെ കുട്ടി, അങ്ങനെയൊന്നുമില്ല. നിനക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ എന്നെ എനിക്ക് വിശ്വാസമില്ലാണ്ടുണ്ടോ? കേട്ടപ്പോ ഒന്ന് പേടിച്ചോന്നേ ഉള്ളൂ. വേണ്ട മുത്തശ്ശി, ഒന്നും വേണ്ട. ഒക്കെ ഞാൻ മറന്നോളാം. മുത്തശ്ശിയെ വിട്ടിട്ട്, ചെറിയ ചേച്ചിയെ വിട്ടിട്ട് എനിക്കൊരു ഇഷ്ടവും വേണ്ട. ഇനി എന്റെ മനസ്സിൽ അങ്ങനെ ഒന്നും തോന്നില്ല. എനിക്കെന്റെ മുത്തശ്ശി, ചെറിയ ചേച്ചി മാത്രം മതി. ഭാഗ്യമില്ലാത്ത കുട്ടികളാണ് നിങ്ങൾ.
ദേ എനിക്ക് വിശക്കുണ്ട് കേട്ടോ. മുത്തശ്ശി എണീക്കൂ. എന്തിനെല്ലാരും ഇങ്ങനെ പട്ടിണി ഇരിക്കണേ? വരൂ, ഞാൻ ചോറ് വിളമ്പാം. വലിയ ഗൗരവത്തിലാണല്ലോ കക്ഷി. മുത്തശ്ശി അതെ, എന്റെ പേര് കൂടി വരക്കട്ടോ. മുത്തശ്ശി പറഞ്ഞ പുകയില. സുകുമാരന്റെ അനിയന് ചായ ഉണ്ടാക്കി ആരതിയെന്ന് വന്നുടനെ മുത്തശ്ശി പറഞ്ഞില്ലെങ്കിലും ഒരു ചായ കുടിക്കാനുള്ള മൂടുണ്ട്. പാലില്ലെങ്കിൽ കട്ടനായാലും മതി. സുകുമാരന്റെ അനിയൻ പറയണോണ്ട് തെറ്റിദ്ധരിക്കരുത്. എന്താ മുത്തശ്ശി? അല്ല, ഒന്നും ഉണ്ടായിട്ടല്ല. സുകുമാരന്റെ അനിയൻ നല്ല കുട്ടിയൊക്കെ തന്നെയാ. എന്നാലും വേണ്ട, എന്തിനാ ആൾക്കാരെ കൊണ്ട് അതും ഇതൊക്കെ പറയിക്കാൻ ഇടയാക്കണത്? പെൺകുട്ടികള് മാത്രമുള്ള വീടാണിത്. എന്തെങ്കിലും ആവശ്യമുള്ളപ്പോ മാത്രം ഇങ്ങോട്ട് വന്നാ മതി. ഈ നാട്ടിൽ നിന്ന് തന്നെ പോണമെന്നാണെങ്കിൽ പറയാം, ഞാൻ പോവാം. ഇനി ഒരിക്കലും തന്നെ കാണരുതെന്നാണെങ്കിലും പറയാം, അതും ആവാം. പക്ഷേ കൺമുമ്പിൽ ഒഴിഞ്ഞു മാറില്ല. വയ്യ. ഇഷ്ടപ്പെടരുതെന്ന് പറയാനുള്ള അവകാശം ഉണ്ടായിരുന്നു ആദ്യം, അന്നത് പറഞ്ഞില്ലല്ലോ. ഇനിയിപ്പോ മനസ്സിൽ നിന്ന് പറിച്ചറിയാൻ കഴിയില്ല. എനിക്ക് മാത്രമല്ല, തനിക്കും. എത്ര ഒഴിഞ്ഞു മാറിയാലും എത്ര പിണങ്ങി നടന്നാലും
ആ മനസ്സിന് പോകില്ല ഞാൻ. ഉത്തരവാദിത്തങ്ങള് സ്വയം ഏറ്റെടുത്തതാണ് ഞാൻ. അച്ഛൻ മരിക്കുമ്പോ പ്രീ ഡിഗ്രി പരീക്ഷ ക്ലാസ് കിട്ടുന്ന ഉറപ്പുണ്ടായിരുന്നു. എന്നിട്ടും എഴുതിയില്ല. അച്ഛൻ ഒന്നും ബാക്കി വെച്ചില്ല. മക്കൾക്ക് തന്ന സ്നേഹവും കുറെ കടങ്ങളും അല്ലാതെ. ഇച്ചേച്ചിയും ചെറിയച്ചയും പാവങ്ങളാ. അവരെ സങ്കടപ്പെടുത്തിയിട്ട് എനിക്ക് മാത്രം ഒരു സന്തോഷം വേണ്ട. എന്നെങ്കിലും അവർക്ക് അവരുടേതായൊരു ജീവിതം ഉണ്ടാവണ വരെ അവർക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം. അതിനു വേണ്ടി ഉപേക്ഷിക്കാൻ എനിക്ക് ഈ സ്നേഹമുള്ളൂ. തന്റെ സന്തോഷം മാത്രമല്ല, സങ്കടം പങ്കുവെക്കാനാ ഞാൻ സ്നേഹിച്ചത്. കേസ് തോറ്റാ ഇറങ്ങി കൊടുക്കേണ്ടി വരും അവിടുന്ന്. പൈസ മുത്തശ്ശിനും കൊണ്ട് എങ്ങോട്ട് പോകും നിങ്ങൾ? അറിയില്ല. ഒരു പക്ഷെ ഒരു ദിവസം രാവിലെ പത്രത്തിലൊരു വാർത്ത, ഒരു മാസത്തെ മക്കള്. വേണ്ട, കൂടുതൽ പറയണ്ട. അനുവാദം തന്നില്ലെങ്കിലും അവകാശം പിടിച്ചു വാങ്ങാൻ ഞാൻ. ഇനി തീരുമാനങ്ങൾ ഞാനെടുക്കും. ആരുമില്ല എന്നുള്ള തോന്നലുണ്ടാവരുതിനി. മുത്തശ്ശി ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുമ്പോ തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരുന്നതിന് മുന്നേ ഇച്ചേച്ചനും ചെറിയച്ചനും കല്യാണം താൻ നടത്തും. തന്റെ കൂടെ നിന്ന് ഞാൻ നടത്തും. പിന്നെ ഒരു കൊച്ചു പന്തലില് ഒരു കൊച്ചു കല്യാണം. നമ്മളെ ഒന്നേന്ന് വിളിച്ചോടല്ല നമ്മള്. മൂന്ന് ജോഡി ചെരുപ്പ് തേഞ്ഞു. ഇനി ഇത് കയ്യിലെടുത്ത് നടക്കാനാ പാവം. പോയ കാര്യം എന്തായാലും കൂട്ടി? ഇന്നിപ്പോ തിരുവില്ലാമല, ഇന്നലെ പ്ലാപ്പറ്റ, മിനിഞ്ഞാന്ന് മാറഞ്ചേരി. പീടികയിലൊന്ന് നിർത്തിയിട്ട് പോവാൻ ഒരാളെ കിട്ടാണ്ടായി. അതാ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം. രാവിലെ പീടിക തുറന്ന കൃത്യമായിട്ട് ബ്രോക്കർ ശങ്കരൻകുട്ടി ഹാജര്. നേരെ വിടുക മണ്ണാർക്കാട്ടേക്ക്. അവിടെ ഒരു ചെക്കനുണ്ട്, നോക്ക പോയി. ചെന്നപ്പോ ചെക്കന്റെ കുട്ടിയുടെ ചോറൂണ്, പിന്നെ സദ്യ കൊണ്ട് പോന്നു. ആ ബ്രോക്കറുടെ മുടിഞ്ഞ പഴയ ഡേരി ഒന്ന് മാറ്റാൻ പറഞ്ഞ മാറ്റമില്ല. താൻ കാര്യം പറയാ മുട്ടി. പറയാ ഏടത്തിയേ, ഇത്തിരി തണുത്ത വെള്ളം വേണേ. ദേഹക്കൊന്ന് തണുക്കട്ടെ. നാട്ടുകാരിപ്പൊ എന്റെ ഒരു പേര് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കേൾക്കണം നിനക്ക്? ബ്രോക്കർ ടൈലർ. കേൾക്കാൻ നല്ല സുഖമുള്ള പേരല്ലേ? ഈ എലിസബത്ത് ടൈലർ എന്നൊക്കെ പറഞ്ഞ പോലെ. ഔ, ആശ്വാസായി. ഇനി കടുപ്പത്തിൽ ഒരു ചായ. ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. തൽക്കാലം നമുക്കൊരു കോഴിയിൽ ഒതുക്കാം അല്ലേ? തൽക്കാലം നമുക്കൊരു ചായയിൽ ഒതുക്കാം. എന്നാ ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. താൻ പറഞ്ഞിട്ട് വരാം മുട്ടി. ഒടുവിൽ ലക്കിടിയിലെ പുഴയുടെ സൈഡിലെ നല്ല ഐശ്വര്യമുള്ളൊരു പഴയ മാളിക വീട്. അവിടെ ചെന്നപ്പോ ചെക്കന്റെ 16 അടി യന്ത്രം, എന്നിട്ട് സദ്യ ഉണ്ട് ഇങ്ങോട്ട് പോന്നു അല്ലേ? അല്ല, അതല്ല. പിന്നെ അമ്മയില്ല, അച്ഛൻ ഇല്ല, പിന്നെ ആകുള്ളത് കുറെ പെങ്ങന്മാര്, അവരും ഇല്ല. ഈ തന്തയും തള്ളില്ലാത്തവർക്ക് നമ്മൾ എങ്ങനെ കുട്ടിയെ? അയ്യോ, ഉണ്ടായിരുന്നു, മരിച്ചുപോയതല്ലേ. ഓ, നല്ല ജോലിയുണ്ട് സൊസൈറ്റിയില്ല. മിണ്ടാപ്രാണിയാണ്, ഉപദ്രവിക്കണവരെന്ന് അവരുടെ രാമൻകുട്ടി. പച്ചപ്പാവം. പെൺകുട്ടിയുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ താൻ അവരോട് പറഞ്ഞിരിക്കണോ? മുഴുവൻ അങ്ങോട്ട് വിസ്തരിച്ചിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഒരു കല്യാണക്കാര്യത്തിന് കുത്തിയിട്ടതും മുളച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അവര് വന്ന് കുട്ടിയെ കാണുകയൊക്കെ വേണ്ടേ? പിന്നെ നാളെങ്കിൽ നാളെ അവര് റെഡി. ഇച്ചേച്ചി അങ്ങനെ പറയരുത്. നല്ല ഇച്ചേച്ചിയല്ലേ. ഞങ്ങൾ എത്ര ആശിക്കണതാ ഇച്ചേച്ചിയുടെ കല്യാണം നടക്കാൻ. മുത്തശ്ശി എപ്പോഴും അത് തന്നെയല്ലേ പ്രാർത്ഥിക്കണത്. ഇത് നല്ല ആലോചനയാ. ഇച്ചേച്ചിക്ക് ആളെ ഇഷ്ടാവും. ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. എന്തായി ചേച്ചി ഇത്? ഈശ്വര, ഈ കല്യാണം എന്നൊക്കെ പറയണത് സന്തോഷിക്കേണ്ട കാര്യമല്ലേ? അതിനെന്തിനെത്ര വിഷമിച്ചിരിക്കണത്? ഒക്കെ അങ്ങോട്ട് സമ്മതിക്ക, ഒരു പ്രശ്നമില്ല. നല്ല ചെക്കനാണ് വരുന്നത്. ഇപ്പോ ഒക്കെ വെറുതെ തോന്നും. കല്യാണമൊക്കെ കഴിഞ്ഞ് ഭർത്താവിന്റെ കൂടെ കുട്ടികളൊക്കെ ഒക്കെ ഇങ്ങനെ നടക്കുമ്പോ ഇച്ചേച്ചിക്ക് തോന്നും, അയ്യേ
ഞാൻ അന്ന് കരഞ്ഞത് എത്ര വിഡിത്തമായെന്ന്. വിഡിത്തം എങ്ങനെ പറയാ? വിഡിത്തമായെന്ന്. തൽക്കാലം നീ വിഡിയാകും, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോട്ടെ. ഇപ്പൊ ഞാൻ വിഡിയാവും, കുറച്ച് നീ ആവണം. ഇച്ചി, ഇതൊരു ലൈഫിന്റെ ഒന്നും മിണ്ടരുത് സംസാരിക്കരുത്, ഇനി ഒരു വാക്കുപോലും മിണ്ടരുത്. ഇവിടല്ല, ഇവിടെ ചിരിക്കേ ചിരിച്ചു സമ്മതിച്ചു. ഇച്ചേച്ചി കല്യാണത്തിന് സമ്മതിച്ചു. അതെ, മൗനം സമ്മതം എന്നാ പറയണത്. സുകുമാരന്റെ അനിയ, കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാശ് വേണ്ടേ? അല്ല, അവര് വൃത്തിയായിട്ടൊന്നും ചോദിച്ചില്ല എന്ന് വെച്ചാലും കയ്യിലും കാതിലൊക്കെ എന്തെങ്കിലും ഇട്ടു കൊടുക്കണ്ടേ? അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം മുത്തശ്ശി. ആദ്യം ചെക്കൻ വന്ന് ഇച്ചേച്ചൊന്ന് കാണട്ടെ. എന്നാലും പുഴ അങ്ങോട്ട് പറ്റിയാലോ ചങ്ങല അങ്ങോട്ട് പൊട്ടിയാലോ എന്നൊക്കെ ഇപ്പോഴേ വിചാരിച്ച് പിടയ്ക്കണോ? അതല്ല ടൈലറെ, ചെന്നൊരു സഹായം ചോദിക്കാൻ തന്നെ ആരാ ഉള്ളത്? ഞങ്ങളൊക്കെ ഇല്ലേ മുത്തശ്ശി? ഞങ്ങളുണ്ട്. എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കും. അപ്പോഴത്തെ ദേഷ്യത്തിന് സുകുമാരന്റെ അനിയനോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞല്ലോ ഞാൻ. എനിക്കിപ്പോ ഓർക്കുമ്പോ വ്യസനുണ്ട്. അതൊക്കെ ഞാൻ അപ്പോഴേ മറന്നില്ലേ മുത്തശ്ശി? ആങ്ങള ഒരെണ്ണം ഉള്ളത് തലതിരിഞ്ഞു പോയതിന് പകരം ഭഗവതി കൊണ്ടു തന്നതാണ് എന്നെ. ചെക്കന്റെ വീട്ടുകാർ വരുമ്പോ ചോദിക്കില്ലേ പെണ്ണിന് കാരണവന്മാരാരുമില്ലേന്ന്? ഞാൻ പറ ആലോചിക്കണം. അതിന് മുത്തശ്ശി ഉണ്ടല്ലോ, അത് തന്നെ ധാരാളം. അത് പോരാ, ചില നാട്ടുനടപ്പൊക്കെ ഉണ്ട്. ഒന്നുമില്ലെങ്കിലും പേരിനൊരു അമ്മാമുണ്ടല്ലോ കുട്ടികൾക്ക്. അല്ല, വരൂല്ല നിശ്ചയ. എന്നാലും വിളിക്കേണ്ട ഒരു ചുമതല നമുക്കുണ്ട്. വിളിച്ചാലും വരാൻ പോണില്ല, പിന്നെ എന്തിനാ നാണം കെടാൻ നിൽക്കണേ? വരോ വരില്ലയോ അത് അയാളുടെ ഇഷ്ടം. എന്നാലും ചെന്ന് പറയേണ്ട ഒരു കടമയുണ്ട്. മുത്തശ്ശി പോയാ മതി, എന്നെ കാക്കണ്ട. ഞാൻ പോവും, സുമാന്റെ അനിയനെയും കൂട്ടി പോവും. എന്താ സുമാന്റെ അനിയ? ഞാൻ വരാം, പക്ഷെ ഒരു കണ്ടീഷൻ. സുകുമാരന്റെ അനിയാന്ന് മാറ്റി ഇടയ്ക്കെങ്കിലും മുത്തശ്ശി എന്റെ പേരൊന്ന് വിളിക്കണം. ഇല്ലേ ഞാൻ തന്നെ എന്റെ പേര് മറന്നുപോകും. ആരും സഹായം ചോദിച്ച ഇനി ഈ പടി കയറുന്നില്ല, അതിന്റെ പേരിൽ കാശ് ചെലവാവുന്ന് പേടിക്കണ്ട അച്ചുവന്നാര് എന്ന് പറഞ്ഞ് അട്ടകസിച്ച് പോയല്ലോ ഉദ്യോഗസ്ഥ. എന്നിട്ടിപ്പ എന്തായി? ഇപ്പോഴും കാശൊന്നും ചെലവാക്കണ്ട, ഒരാളായിട്ട് ഒന്നിങ്ങനെ നിന്ന് തന്നാ മതി. കാശിന് പകരം പുളിങ്കുരി മതിയാവോ കല്യാണ ചെലവിന്? ഇത് പുളുങ്കുരു കൊണ്ട് നടത്തുന്ന കല്യാണ, അങ്ങനെയും കല്യാണം നടത്താലോ. വാ, അറിയാറില്ല. ഇയാളുടെ വേഷം എന്താണാവോ ഈ കല്യാണ സൗഗന്ധികത്തില്? ഞാൻ പറഞ്ഞോളൂ അച്യുതാ, സുമാരന്റെ അനിയൻ. ഇവന്റെ ഉത്തരവാദിത്തല ഒരാലോചന വന്നിരിക്കണം. നന്നാവും, വളരെ നന്നാവും. അയൽക്കാരന്റെ ഉത്തരവാദിത്തം ആവുമ്പോ വളരെ നന്നാവും. അപ്പൊ എന്റെ വേഷം എന്താണാവോ ഈ കഥയില്? ഹനുമാൻ, നിങ്ങൾക്ക് ആ വേഷം നന്നായിട്ട് ചേരാ. ഒന്ന് അവിടെ വരെ ചെന്നിട്ട് പോരും മനുഷ്യ. നാട്ടുകാരെങ്കിലും ബോധിപ്പിക്കാലോ. നീ നാട്ടുകാരെ ബോധിപ്പിക്കണമെന്ന് എന്റെ ഭാര്യയ്ക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ വരാം. ഇതും കൂടി വെച്ചാ ഈ ചേച്ചി സുന്ദരി കുട്ടിയായി. കുട്ടികളെ, അമ്മാമ വന്നിരിക്കണോ? വന്നു ശകുനി. ഇയാള് കീഴോട്ടൂർ അമ്പലത്തിലെ ശാന്തിക്കാരനല്ലേ? വഴിപാടോ പൂജയോ വല്ലതും ഉണ്ടോ അതിന്റെ കൂടെ? ഉണ്ണിയന്റെ സുഹൃത്താ. ഓ, അപ്പൊ അയൽവാസിക്ക് മാത്രല്ല കൂട്ടുകാരന് ക്ഷണുണ്ടല്ലേ? ഞാൻ അറിഞ്ഞില്ല. ഇങ്ങോട്ട് ഇരിക്കേ. ഓ, ഇരുന്നോളാം. ആരതി, അമ്മാമ്മയ്ക്ക് കാപ്പി കൊണ്ടുവരോ? കാപ്പി വേണ്ട. ഇന്ന് നമ്മുടെ അധികാരി കൃഷ്ണനാരുടെ മോളുടെ പുടമുറിയാ പോണം. കൃഷ്ണനാരി ഞാനുമായിട്ട് അത്രയ്ക്ക് അടുപ്പാ. അതിന്റെ ഇടയിലപ്പ ഇത്. എന്താ അവരെ കാണാത്ത? 10:30 വരാന്നാ പറഞ്ഞിരുന്നത്. അവിടെയുള്ളൂ. കാപ്പി വേണ്ടാന്നാ പറഞ്ഞേ. അവരവിടെ ഇങ്ങോട്ട് വാ. വരണില്ലേ? എന്തേ? ഇറങ്ങാൻ നിന്നതാ. അപ്പഴാ ചെക്കൻ്റെ ഒരു അമ്മാമ വന്നത്. ഈ അമ്മാമാരെല്ലാവർക്കും പ്രശ്നമാണല്ലോ. എന്താ കാര്യം പറഞ്ഞു? തുണിക്കടയിൽ വെച്ച് അനിയത്തിയെ കണ്ടിട്ടുണ്ടത്രേ. അത് വേണമെങ്കിൽ ആലോചിക്കാന്ന്. അത് അവരാലോചിക്കണ്ട. അവര് വരുന്നില്ല അല്ലേ? ചെറിയമ്പ്രാൻ മരത്തിൽ കണ്ടത് ചെറുമൻ മാനത്ത് കണ്ടു എന്നൊരു ചൊല്ലുണ്ട്. ഞാൻ അത് നേരത്തെ ഊഹിച്ചു. 11 മണിക്കാണ് കൃഷ്ണനാരോടെ മുഹൂർത്തേ. ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയ മുഹൂർത്തത്തിന് മുമ്പ് അങ്ങോട്ട് എത്താം. അപ്പൊ എനിക്കങ്ങോട്ട് പോവാലോ അല്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് അച്യുതാ? എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ ആളുണ്ടല്ലോ ഇവിടെ. പോരാത്തേന് അയൽവാസിയും ചങ്ങാതിയും ടൈലറും. ആവശ്യമുണ്ടെങ്കിൽ അറിയിച്ചാൽ ഇനി ഇതുപോലെ വന്നു പോവാം. ഈ ചേച്ചിയോട് എങ്ങനെയാ ഇത് പറയാ? അതാ ഞാൻ ആലോചിക്കണേ.
ഒരു ആലോചന, അതുമായിട്ട് വന്നതാ അവര്. കണ്ട അണ്ടനും അടവാടനും കയറി നിറങ്ങാനല്ലോ എന്റെ വീട്. ഇറക്കി വിടൂലെ? അത് ഓ, ഇറക്കി വിടാൻ പ്രയാസം ഉണ്ടാവൂലേ? തള്ളയും കൂടി അറിഞ്ഞിട്ടാണോ ഇവിടെ? നാളല്ലേ തള്ള ഈ വയസ്സ് കാലത്ത്? ആട്ടക്കാരുടെ മക്കള് പാരമ്പര്യം കാട്ടണല്ലോ. പക്ഷെ അത് എന്റെ വീട്ടിൽ വേണ്ട. നിക്കണ്ടല്ലോ മൂന്നെണ്ണം ഒരേപോലെ സൗകര്യമായിട്ട്. കാശൊക്കെ കൃത്യമായിട്ട് കൊടുക്കണ്ടോ അതോ കടം പറഞ്ഞാ പോക്ക്? അധികം വളത്തിലെടുത്താ എല്ലാത്തിനും അകത്ത് പേർക്ക് തീ വെക്കും ഞാൻ. കണ്ടോ, അവര് കല്യാണം കഴിക്കാത്തവരാണെങ്കിലോ കാര്യം കിട്ടലുണ്ടാവില്ല. ഓടോടുന്നു. ഇച്ചേച്ചിയുടെ കാര്യം നമുക്കൊന്ന് ആലോചിച്ചാലോ? രണ്ടുപേർക്കോ? അതിലൊരാൾക്ക്. ഇങ്ങനെയുള്ളവർ തമ്മിലാകുമ്പോ കാര്യങ്ങൾ നടക്കാൻ എളുപ്പമുണ്ടാവും. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? പക്ഷെ എങ്ങനെ നമ്മള് നോക്കാം. വീട് എവിടെയാണെന്ന് പറഞ്ഞത്? വീടില്ലാന്നാ തോന്നണത്. അപ്പൊ അഡ്രസ്സെങ്കിലും കാണുമല്ലോ. അഡ്രസ് ഇപ്പൊ എങ്ങനെ ചോദിക്കാം? ഒരാടിനെ കിട്ടിയ പറയായിരുന്നു. ആടിനെ കിട്ടിയിരുന്നെങ്കിൽ ആടും ഡ്രസ്സും കൂട്ടി ഒഴിപ്പിച്ചാൽ അഡ്രസ്. ആ, പക്ഷെ ഇപ്പൊ ആടിന്റെ അവിടെ പോവാ. വഴിയുണ്ട്, വാ. ആ, ഇത് വലിയ കഷ്ടമല്ലോ. ദേ സംസാരിക്കണു. അപ്പൊ നിങ്ങൾ സംസാരിക്കോ? എന്നിട്ടാ ഞങ്ങൾ വഴിയാക്കിയത്? പുള്ളിക്കാരെ സംസാരിക്കൂ? ഇല്ല. ഓ, സമാധാനായി. അല്ല, പുള്ളി കല്യാണം കഴിച്ചാണോ? കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചിട്ടില്ല. വീട് എവിടെയാന്ന് പറഞ്ഞേ? പാലക്കാട്. ഓ, പാലക്കാട് പാലക്കാട് പാലക്കാട്. എന്താ പറയണേ? പെൺകുട്ടി ഉണ്ടാക്കിയ സാധനങ്ങളെ കുറിച്ചാ. ഒക്കെ നന്നായിട്ടുണ്ടെന്ന്. ഓഹോ, ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഈ ചിരട്ടോടാണോ താല്പര്യം? കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതൊക്കെ മനസ്സിലാക്കി എടുക്കാൻ. ശീലമായി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതെ അതെ അതെ. ആണായിട്ടും പെണ്ണായിട്ടും ദൈവം ഒന്നേ തന്നുള്ളൂ എനിക്ക്. അതിങ്ങനെയായി. പണ്ടവും പണവും ഒന്നും ചോദിക്കണില്ല ഞങ്ങള്. അവന് ഒത്തുപോണ ഒരു പെണ്ണ്, അതേ വേണ്ടു. പണ്ടവും പണവും ഇവിടെ കരുതിയിട്ടുമില്ല, അല്ലേ മഹേശ്വരമേ? കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു ഞങ്ങള്. ഞാൻ അറിഞ്ഞില്ല. എങ്കിൽ നേരം കളയണ്ട, കുട്ടിയെ വിളിക്കാം. എന്താ അത്ര താമസം? അവര് കാത്തിരിക്കാണ്. വേഗം ആവട്ടെ. ചെല്ലു ചേച്ചി. ഓ, വേഗം. കാപ്പിയൂടി കഴിഞ്ഞ് ചെക്കനും പെണ്ണും എന്തെങ്കിലും സംസാരിക്കണേ ആവാം. അതൊക്കെ ഒരു ചടങ്ങാണല്ലോ ഇപ്പോ. എന്തേ?
കമ്മലണിഞ്ഞ് വെണ്ണിലാവരാവിൽ നീയും പൂങ്കോടിപ്പാവുടുക്കണ പൊന്മാനേ വൈഡൂര്യ കമ്മലണിഞ്ഞ് വെണ്ണിലാവരാവിൽ നീയും പൂങ്കോടിപ്പാവുടുക്കണ പൊന്മാനേ മിന്നായ പൂങ്കവേ മിന്നി മാഞ്ഞതെന്താണ് കല്യാണ നാളിന്റെ സ്വപ്നങ്ങളോ ആരാരും കാണാത്ത വർണ്ണങ്ങളോ വൈഡൂര്യ കമ്മലണിഞ്ഞ് വെണ്ണിലാവരാവിൽ നീയും പൂങ്കോടിപ്പാവുടുക്കണ പൊന്മാനേ മാമണി തീനി ചൂടുമ്പോൾ കണ്ണിൽ ഇന്ന് മയ്യഴുകും പൊൻകിനാവുകൾ എന്താണ് പാലൊളി തിങ്കൾ പൂക്കും നിന്നുള്ളിൽ മെല്ലെ പൂങ്കുയിലായി പാടി നിൽക്കുവതാരാണ് ഇന്നോളം മുല്ലാച്ചിപ്പിൽ ചിന്തോരം ചിന്തുന്നേ പുഞ്ചിരിച്ചെന്തിന്മേൽ കൽക്കണ്ടം വിളയുന്നേ നാളുകളായി പൊന്മാനെ നിന്നെത്തേ മാംഗല്യം വന്നല്ലോ താലോലം തങ്കത്തിൽ സൗഭാഗ്യം വന്നല്ലോ വൈഡൂര്യ കമ്മലണിഞ്ഞ് വെണ്ണിലാവരാവിൽ നീയും പൂങ്കോടിപ്പാവുടുക്കണ പൊന്മാനേ നിന്നായ പൂങ്കവിളിൽ മിന്നി മാഞ്ഞതെന്താണ് കല്യാണ നാളിന്റെ സ്വപ്നങ്ങളോ ആരാരും കാണാത്ത വർണ്ണങ്ങളോ വൈഡൂര്യ കമ്മലണിഞ്ഞ് വെണ്ണിലാവരാവിൽ നീയും പൂങ്കോടിപ്പാവുടുക്കണ പൊന്മാനേ രാവുറങ്ങുന്ന നേരം നിന്നുള്ളി മൂളിപ്പാറിയെത്തും പെൺപിറാവുകളേതാണ് നീ തനിക്കാവുമ്പോൾ നിൻ കാതിൽ നെല്ല് മുത്തുതിരും സ്നേഹമാമൊഴിയേതാണ് വെള്ളാരം കുന്നും മേലെ കൂടാരം കെട്ടുമ്പോൾ കിക്കിളിക്കുളിരൂട്ടി കിന്നാരം ചൊല്ലുമ്പോൾ കൂട്ടിനു പോരാനാരാണ് മഞ്ചാടിക്കൊമ്പത്തെ ചിങ്കാരത്തത്തമ്മേ മഴവില്ലിൻ കൂട്ടിൽ കൂട്ടായി പൂമാരൻ വന്നല്ലോ വൈഡൂര്യ കമ്മലണിഞ്ഞ് വെണ്ണിലാവരാവിൽ നീയും പൂങ്കോടിപ്പാവുടുക്കണ പൊന്മാനേ നിന്നായ പൂങ്കവിളി മിന്നി മാഞ്ഞതെന്താണ് കല്യാണ നാളിന്റെ സ്വപ്നങ്ങളോ ആരാരും കാണാത്ത വർണ്ണങ്ങളോ കല്യാണ നാളിന്റെ സ്വപ്നങ്ങളോ ആരാരും കാണാത്ത വർണ്ണങ്ങളോ മടിക്കണ്ട വന്നോളൂ 12 മണി തുടങ്ങിയ വേലായതാ ഓ പത്നാമന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് വരൂ എന്നിട്ടാവാ നീ എന്താ കാര്യം എന്താ ചായ കുടിച്ചിട്ട് വരൂ മുത്തശ്ശില്ലേ ഇവിടെ വിളിക്കുക കേറിയിരിക്കുക ആ ഇത് ചെക്കന്റെ വകയുടെ ഒരു അമ്മാമ നേരിട്ട് ഇവിടെ വന്ന് പറയണത് എങ്ങനെയാന്ന് കരുതിയിട്ടത്രേ ആദ്യം മൂപ്പര് എന്റെ വീട്ടിലേക്ക് വന്ന് എന്താണാവോ വിശേഷം? വിശേഷമുണ്ട് അങ്ങോട്ട് പറഞ്ഞോളോ. ആണായിട്ടും പെണ്ണായിട്ടും സരസ്വതിക്ക് ഒന്നേ ഉള്ളൂ. പറഞ്ഞുല്ലോ ഒന്ന്.
അവിടെയാണെങ്കിൽ വേറെ ആളുകളും ഇല്ല. മിണ്ടുകയും പറയുകയും വയ്യാണ്ട് ആയമ്മ ഈ കുട്ടികളുടെ നടുവില്. ആയമ്മയ്ക്കാണെങ്കിൽ ഒരുപാട് വർത്തമാനം പറയണം. അതെന്തേ ആദ്യം ആലോചിക്കാഞ്ഞെന്ന് ഞാൻ ഇയാളോട് ചോദിച്ചു. ആലോചിക്കണ്ടത്രേ. ആയമ്മയുടെ ഏട്ടന്റെ ഭാര്യയുടെ ഇളയച്ചന്റെ മോളൊരു കുട്ടി. അതിന് മിണ്ടുകയും ചെയ്യാം, ചെവിയും കേൾക്കാം. ചെക്കന്റെ അമ്മമ്മ ബോംബെന്ന് വന്നപ്പോ അതൊന്ന് ആലോചിച്ചു. പറഞ്ഞു വന്നപ്പോ അവർക്ക് സമ്മതം. അപ്പൊ അതങ്ങോട്ട് ഉറപ്പിച്ചു. ചുരുക്കി പറഞ്ഞ ഇതവരെ ഒഴിയാണ്. മുഖം അടച്ചൊരു ആട്ടാട്ടാൻ തുടങ്ങിയതാ ഇയാളെ ഞാൻ. പിന്നെ ഓർത്തപ്പോ ഇയാള് പറഞ്ഞതിൽ കാര്യമുണ്ടല്ലോ തോന്നി. എന്നാലും ഒക്കെ തീർച്ചപ്പെടുത്തിയ നിലയ്ക്ക് അത് ശരി തന്നെ. അവർക്ക് അവരുടെ കുട്ടിയുടെ കാര്യമല്ലേ വലുത്. നമ്മളിപ്പോ എങ്ങനെയാ നിർബന്ധം പിടിക്കുക? ഒന്നും വേണ്ടാന്ന് കരുതി നടക്കായിരുന്നു എന്റെ കുട്ടി. എല്ലാരും കൂടി ആശിപ്പിച്ചിട്ട് ഇപ്പോ. ആശിപ്പിച്ചത് തെറ്റ്. ഇനി അത് ആവർത്തിക്കാതിരിക്കാം. ഒട്ടനും കൂടിയും കൈവിട്ടതിലേക്ക് ഇനിയിപ്പോ ആരാ? ചിരട്ട കൊണ്ട് എന്തൊക്കെയോ ഉണ്ടാക്കി നേരം കളയണ്ടല്ലോ. അത് അങ്ങനെയാണ് കഴിയട്ടെ. കാര്യങ്ങൾ അകത്ത് പറഞ്ഞിട്ടുണ്ട്, പറയും. എന്താ എന്താ മുത്തശ്ശി? ഈശ്വരന്മാരെപ്പോഴും നമ്മളെ ചതിക്കന്നെയാ. ഇതൊന്നും നടക്കില്ല അത്രേ. ഒക്കെ വെറുതെ വെറുതെ ആശിപ്പിച്ചു ആ പാവത്തിന്. അമ്മാമ്മയ്ക്ക് പരിഹസിക്കാൻ ഒരു കാര്യം കൂടി ആയി എന്നല്ലാണ്ട് ഒന്നും നടക്കാൻ പോണില്ല. എനിക്കിപ്പോഴും വിശ്വാസമുണ്ട്. മുത്തശ്ശിയുടെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കേൾക്കാണ്ടിരിക്കോ ഭഗവതി? നമ്മൾ ഇനിയും ശ്രമിക്കും. ഒക്കെ മറക്കാൻ തീരുമാനിച്ചതായിരുന്നു അന്ന്. പിന്നെയും വെറുതെ. ഇനിയും വേണ്ടാന്ന് തീരുമാനിക്കാനുള്ള കരുത്ത് തരും ഭഗവതി. ഇച്ചേച്ചിക്കും ചെറിയച്ചിക്കും ഞാനേ ഉള്ളൂ തുണ. അതെ, ഇച്ചേച്ചിക്കും ചെറിയച്ചിക്കും താൻ തുണ. തനിക്ക് കൂട്ടിന് ചെറിയ ചേച്ചി. ഗോപിക്ക് എങ്ങനെ മതിയല്ലോ. പറയുമ്പോ സ്നേഹിക്കുക, പറയുമ്പോ മറക്കുക. ഇല്ല, ദാനം തന്നല്ല തനി സ്നേഹം. ഞാൻ പിടിച്ചു വാങ്ങിയതാ. കടയിൽ നോക്കി ഞാൻ ഗോപിയെ. രാമൻകുട്ടി വിവരങ്ങളൊക്കെ പറഞ്ഞു. കുട്ടിക്കാലത്ത് അഞ്ജലി യേശുവിയൊക്കെ ഈ പുഴ മുറിച്ചിരുന്ന സ്കൂളിൽ പോവാറ്. ഓർമ്മയുണ്ട് അഞ്ജലിക്ക്? നിറയെ വെള്ളം ഉണ്ടായിരുന്ന ഒരു ദിവസം പിന്നീട് ഇറന്ന് ഇച്ചേച്ചി ഒഴുക്കിൽ വിട്ടു. പാവത്തിന് ഒച്ച ഉണ്ടാക്കാൻ പറ്റാത്തോണ്ട് നിങ്ങളാരും കണ്ടൂല്ലേ. കടവത്തുണ്ടായിരുന്നു ഞാൻ. കണ്ടിട്ടും പകച്ചു നിന്നു. പെൺകുട്ടികളെ തൊടാവോന്നായിരുന്നു അപ്പൊ ചിന്ത. പിന്നെ ആരൊക്കെ ഇച്ചേച്ചി രക്ഷിച്ച് കരയ്ക്ക് കൊണ്ടുവന്നപ്പോ കണ്ടുവന്നവരൊക്കെ എന്നെ ചീത്ത പറഞ്ഞു. കുറ്റബോധം കൊണ്ട് എന്തോ ഇച്ചേച്ചിന്റെ ഒരു കവിതയ്ക്ക് വിഷയമായിരുന്നു ഒരിക്കല്. ആ കടം എന്തെങ്കിലും വീട്ടിൽ നിന്നുണ്ടായിരുന്നു മനസ്സിൽ. ഞാൻ കല്യാണം കഴിക്കാൻ വെച്ച വിരോധാവും ആ കുട്ടിക്ക്. ഇല്ലത്തെ പ്രാരാബ്ദങ്ങളുണ്ട്. ദാരിദ്ര്യം, കഷ്ടപ്പാട്, തളർവാദം വന്ന് കിടക്കണ അച്ഛൻ, പ്രായം കഴിഞ്ഞിട്ടും വേലി നടക്കാത്ത ഒപ്പോള്. അതിനിടയിലേക്ക് കൈപിടിച്ചുകൊണ്ട് ചെല്ലാന്ന് പറഞ്ഞ അറിയാം. ഒരു കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ശാന്തി കൊണ്ട് ഒന്നിനും തേഞ്ഞിട്ടില്ല. ഒരു ജോലി കിട്ടുന്ന വരെയുള്ള പ്രയാസം. എന്നാലും ഈ ചേച്ചിക്ക് സങ്കടപ്പെടേണ്ടി വരില്ല. ഭഗവതിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും എന്റെ കുട്ടിക്ക്.
രാഹുകാലം ആവണേന് മുമ്പ് ഇറങ്ങാം. കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി രാത്തിങ്കൾ പൂത്താലി ചാത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി നാലില്ല കോലായിൽ പൂവേലി പുൽപ്പായി നവമിലാവേ നീ വിരിഞ്ഞു നെഞ്ചിൽ നറുജപ തീർത്ഥമായി നീ നിറഞ്ഞു രാത്തിങ്കൾ പൂത്താലി ചാത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി നിന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമിയ പാഴിരുൾ വീഴുമീ നാലുകെട്ടിൽ നിന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമിയ നോവുകൾ മാറാല മൂടും മനസ്സിന്റെ നോവുകൾ മാറാല മൂടും മനസ്സിന്റെ മച്ചിലെ ശ്രീദേവിയായി മംഗലപ്പാലയിൽ മലക്കുളമായി മണിനാഗക്കാവിലെ മൺവിളക്കായി രാത്തിങ്കൾ പൂത്താലി ചാത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി കാവടിയാടുമീ കൺതടവും നിന്റെ കസ്തൂരി ചോരുമീ കവിളിനയും കാവടിയാടുമീ കൺതടവും നിന്റെ കസ്തൂരി ചോരുമീ കവിളിനയും മാറിലെ മാലേയ മധുചന്ദ്രനും മാറിലെ മാലേയ മധുചന്ദ്രനും നിന്നെ മറ്റൊരു ശ്രീലക്ഷ്മിയാക്കി താമരപ്പൂവിരൽ നീ തൊഴുമ്പൂ കരളമിൻ സ്വപ്നവും തനിത്തങ്കമായി രാത്തിങ്കൾ പൂത്താലി ചാത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി നാലില്ല കോലായി പൂവേലി പുൽപ്പായി നവമിലാവേ നീ വിരിഞ്ഞു നെഞ്ചിൽ നറുജപ തീർത്ഥമായി നീ നിറഞ്ഞു പോസ്റ്റ്
കവിത മുടങ്ങിയതോ അതോ ഇന്റർവ്യൂ കാർഡോ? അപ്പോയിന്റ്മെന്റ് ഓർഡർ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഒട്ടും. അപ്പൊ തന്റെ ശാന്തി കഴിഞ്ഞു എന്ന് സാരം. ഇനി അല്പ ശാന്തി ആവാം. ഓപ്പിളെ ഓപ്പിളെ ഒരു ജോലി ശരിയായിട്ടുണ്ട്. വടക്കേ ഇന്ത്യയിലാ. സാരില്ലേ പോണം. അച്ഛാ ദാ ഉണ്ണിക്ക് ജോലി ശരിയായിരിക്കണോ? അച്ഛന് വിഷമം വേണ്ട. ശാന്തി ഒന്നും മുടങ്ങില്ല. ശങ്കരപ്പനോട് പറയാം. ശിവന്റെ അമ്പലത്തിലെ മാത്രം കൊണ്ട് പോരാണ്ടായിരിക്കണമെന്ന് ഇന്നാള് പറയണ്ടായി. എന്താ ഇത്? ജോലി കിട്ടിയച്ച സന്തോഷിക്കല്ലേ വേണ്ടത്? അറിയ പോവാണ്ട് വയ്ക്കോ. പോയി താമസിക്കാനൊരു ഏർപ്പാടായ കൊണ്ടുപോയില്ലേ ഞാൻ അങ്ങോട്ട്? വണ്ടി ആപ്പീസ് വരെ അശ്വതിക്കും വരായിരുന്നു. ഇല്ലാന്ന് അവള് തന്നെയാ പറഞ്ഞ്. കരച്ചിലോരത്രേ. അത് പിന്നെ വ്യസനം ഉണ്ടാവില്ലേ? പെട്ടെന്നൊന്നും ഓടിപ്പോരാൻ പറ്റില്ലല്ലോ. ദൂരം കുറെ ഉള്ളതല്ലേ. 2 ദിവസം കഴിഞ്ഞ് അശ്വതി ഇല്ലത്തേക്ക് അയക്കണം. ഇല്ലത്തിപ്പോ ഇവളെ കാണാണ്ട് ഇരിക്കാൻ പറ്റാണ്ട് എല്ലാവർക്കും. ഗോപിയുടെ ഉത്തരവാദിത്തങ്ങള് എനിക്ക് ബോധ്യമുണ്ട്. കൂടെ നിൽക്കണവനെ ഞാൻ. അറിയാലോ ഗോപിക്ക് ഒരു ജോലി ഒരുപാട് നാളായിട്ട് എന്റെ മോഹ. പോരാത്തേന് ഇല്ലത്തെ ചുറ്റുപാടുകളും. ഭാരതിയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായ എനിക്ക് എഴുതണം. കൂടുതലൊന്നും പറ്റിയില്ലെങ്കിലും കഴിയുന്ന പോലൊക്കെ ഞാൻ ശ്രമിക്കാം. എന്റെ മനസ്സും പ്രാർത്ഥനയും എപ്പോഴും ഉണ്ടാവും. ചെറിയച്ചി ചെറിയച്ചി ഇങ്ങനെ തുടങ്ങിയാലോ? മുത്തശ്ശി ദേഷ്യത്തിന് എന്തോ പറഞ്ഞു എന്ന് വെച്ച് ഞാൻ അസത്ത കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കിയോളാം. അച്ഛനെ നിങ്ങൾക്കൊക്കെ നാണക്കേടുണ്ടാക്കി ഓടിപ്പോയോളാം. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. ചെറിയച്ചി സങ്കടപ്പെടുത്തിയിട്ട് ആരും ഇവിടെ കല്യാണം നടത്താൻ പോണില്ല. രാമൻകുട്ടി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ എല്ലാവർക്കും ബോധിച്ചു. ചെറിയച്ചിക്ക് വേണ്ടെങ്കിൽ വേണ്ട. അയാളൊക്കെ എന്താ ഒരു കുറവ്? സ്കൂള് മാഷ്, കുടുംബ മഹിമയുണ്ട്, പ്രായം അത്രയ്ക്ക് അധികമൊന്നുമില്ല. പിന്നെ ആദ്യം ഒരു കല്യാണം കഴിച്ചത് 3 മാസം ആ പെണ്ണ അയാളെ കൂടെ കഴിഞ്ഞിട്ടുള്ളൂ. അതില് കുട്ടികളൊന്നും ഇല്ലല്ലോ. എനിക്ക് വേണ്ട. കല്യാണം കേൾക്കുമ്പോ എനിക്ക് പേടിയാവുക. പിന്നെ എന്താ നിന്റെ ഭാവം? എന്നാ എന്റെ കണ്ണടയാന്ന് അറിയില്ല. കോടതിന്ന് വിധിയായാൽ ഇറങ്ങി കൊടുക്കണം വിടുന്ന. എങ്ങനെ പോവും? ആരും ഉണ്ടാവില്ല തിരിഞ്ഞു നോക്കാൻ. നീ മാത്രല്ലല്ലോ, ഇവളെയും കഷ്ടപ്പെടുത്തണോ? ഈ ചെറുപ്രായത്തില് നിങ്ങൾക്ക് വേണ്ടി അവള് കടന്നോടണം. ചെറിയ ശപിക്കുന്നത് ഒരു ദിവസം ഒരു ദിവസം സ്നേഹിച്ച ആളുടെ കൂടെ കഴിഞ്ഞിട്ടുള്ളതാ ചെറിയച്ചി. മനസ്സിന് പോയിട്ടില്ല ഇപ്പോഴും. ശല്യം ഒഴിവാക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ചെറിയച്ചിക്ക് സമ്മതം. ഏത് കല്യാണത്തിനും നമ്മളെ കുറിച്ച് ഓർത്തുള്ളൂ. ചെറിയച്ചി പറഞ്ഞത് കാര്യല്ലേ? ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ച് ബാധ്യത ഒഴിവാക്കാനാണോ നമ്മള്? വേണ്ട, ഒന്നും വേണ്ട. വേണം, ഒക്കെ വേണം. ചെറിയച്ചി ഇപ്പോഴും അയാളെ സ്നേഹിക്കണുണ്ടെങ്കിൽ അയാളെ തന്നെ ചെറിയച്ചി കല്യാണം കഴിക്കണം. ഞാനൊന്ന് പോയി സംസാരിക്കാം അയാളോട്. നടക്കും, നമുക്ക് നടത്തണം. എനിക്ക് ഇപ്പോഴും ഇഷ്ടമൊക്കെ തന്നെയാ. ആ കുട്ടിയുടെ അച്ഛനാ അന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞില്ലേ? രണ്ടുപേർക്ക് ഇഷ്ടമുള്ള സ്ഥിതിക്ക് നമുക്കൊന്ന് ആലോചിച്ചൂടെ? വിരോധം ഉണ്ടായിട്ടല്ല, അമ്മ സമ്മതിക്കില്ല. അമ്മയുടെ മനസ്സിൽ ഇപ്പോഴും ആ പകയുണ്ട്. ഞാനൊന്ന് കണ്ട് പറഞ്ഞു നോക്കിയാലോ? നല്ല കാര്യായി. എന്റെ അമ്മയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ 3 ആണും 4 പെണ്ണുവാ. മൂത്ത ഏട്ടന് 40 എന്നിട്ട് ഇപ്പോഴും അമ്മയെന്ന് അമർത്തി മൂളിയ ആ നിന്ന നിൽപ്പിൽ മൂത്രമൊഴിക്കും മൂപ്പര്. അമ്മയുടെ സമ്മതം വേണോ? നമുക്കൊരു രജിസ്റ്റർ ഓഫീസിൽ ആവായിരുന്നു അന്നാണെങ്കിൽ. ഇനിയിപ്പോ വീട്ടിലാകെ പ്രശ്നമാവും. ഞാനും അല്പം പ്രാക്ടിക്കലായിരുന്നു കുട്ടികളൂ. അമ്മ സമ്മതിച്ചാ സമ്മതിക്കേ ശ്രമിച്ചു നോക്കാം ഞാൻ. ഇപ്പൊ ഇറങ്ങിക്കോടെ ഇവിടുന്ന്. ഒരാലോചന കൂടെ വന്നിരിക്കണു. അങ്ങനെ പറയരുത് ദേവി ചേച്ചി.
ഇതൊരു ജീവൻ മരണ പോരാട്ടാണ്, ഞങ്ങൾ ഉപേക്ഷിക്കരുത്. എന്റെ മോനെ പോലീസിനെ കൂടെ തല്ലി ചതപ്പിച്ചു. 3 മാസാ നാണുവേദ്യമാണ് വീട്ടിൽ നടത്തിയത്. കാശ് എത്രയാ ചെലവായത്? ഒരു സിന്ധി പശുവിനെ വിറ്റു ഞാൻ. അതെണ്ണ ഇപ്പോഴും പോയിക്കാണ് മനസ്സിന്ന്. പോലീസുകാർ തല്ലിയൊന്നുമില്ല, കംപ്ലൈന്റ് കിട്ടിയപ്പോ ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്നുള്ളൂ. ഈ അമ്മ വെറുതെ. നീ ഉണ്ടോ? കൈവശം കൊടുത്ത് മയക്കിയതാ പെണ്ണിന് ചെക്കനെ. വല്ല കാക്കാലത്ത് പെണ്ണി വിളിച്ചുണ്ടാവും വന്നാലും ഞാൻ കേട്ടും ഈ കുടുംബത്ത്. എന്നാലും ഇത് എന്റെ കഴുത്തിന് മോളിൽ തലയുണ്ടെങ്കിൽ നടക്കില്ല. ഇപ്പൊ എന്തായി? ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ദേവ ചേച്ചി സമ്മതിക്കില്ലെന്ന്. അപ്പൊ സതീശ് എന്താ പറഞ്ഞത്? അമ്മയ്ക്ക് ഇഷ്ടാണ്, എന്റെ അമ്മ പാവമാണ്, വേഗലീന മനസ്സാണ് എന്റെ അമ്മയ്ക്കെന്ന്. ഇങ്ങനെ ഇറങ്ങു ഗോപി, നമുക്കൊല്ല അഭിമാനം. ഭരതൻ മാഷ്ട മകൾക്ക് വേറെ ചെക്കനെ കിട്ടാഞ്ഞിട്ടൊന്നുമല്ല. സതീശൻ പ്രേമിച്ചപ്പോ ഒരു പകരത്തിൽ അവളൊന്ന് പ്രേമിച്ചു പോയി. അതിന് ഒന്നുമില്ലെങ്കിൽ നമുക്ക് വല്ല ഡോക്ടറോ എഞ്ചിനീയറോ ആരെങ്കിലും കിട്ടില്ലേ? വന്നേ അങ്ങനെ വേണ്ട ചേടാ. താൻ എന്തായി കാണിച്ച്? ആ തള്ളെ പറഞ്ഞ് ഇങ്ങനെ സമ്മതിപ്പിക്കാൻ വന്നിട്ട് ഓടണ പട്ടി കുരുമുഴ മുമ്പേന്നാ പട്ടി വടിമേൽ വന്ന് വീണത്താ. നോക്കിക്കോ രാമകുട്ടി, ഒന്ന് നിക്കണേ. വിളിച്ചു എന്തേ? വാ, നീ അകത്ത് പോ. എന്താ? ഇയാളവിടെ ഇരിക്കേ, അവിടെ നിക്കേ. നീ അവിടെ നിക്ക്. എടി രമേ, ഉമ്മറത്തേക്ക് വേണ്ടി ചായ എടുക്കേ. പാലുണ്ടാവില്ലേ? കട്ട മതി. ഇങ്ങോട്ട് വന്നു രാമകുട്ടി. അല്ല, ഈ ഡോക്ടർ എഞ്ചിനീയർ എന്നൊക്കെ പറയുമ്പോ 5 ലക്ഷവും ഒരു മാരുതി കാറും 100 പവനൊക്കെ ചോദിക്കണത്. എന്തായാലും നിങ്ങൾ വന്ന് കയ്യും കാലും പിടിക്കുമ്പോ അത്രയ്ക്കൊന്നും വേണ്ട. 1 ലക്ഷവും 50 പവനും ഒരു ചുവന്ന മാരുതി കാറും നമുക്ക് ഉറപ്പിക്കാം. ചുവന്ന മാരുതിക്കാർ തന്നെ വേണോ? തോന്നതാ നല്ലത്. പച്ചയായാലും കുഴപ്പമില്ല. ഇപ്പൊ ബുക്ക് ചെയ്താ 1.5 കൊല്ലം കഴിയും മാരുതിക്കാർ കിട്ടാൻ. പുതിയ തന്നെ വേണ്ട നമുക്ക്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് കാറ് വേണ്ടാന്ന് വെക്കാം. പിന്നെ 1 ലക്ഷം. 1 ലക്ഷത്തിൽ എത്ര പൂജ്യം ഉണ്ടാവോ? 10, 100, 1000, 16 ലക്ഷം. 5 പൂജ്യം. അതിന് 2 പൂജ്യം നമുക്ക് കളഞ്ഞേക്കാം. പിന്നെ 50 പവൻ. അതിന്നും കളയാൻ നമുക്കൊരു പൂജ്യം. ബാക്കി ദേവകി ചേച്ചിന് ഇഷ്ടം പോലെ കുറച്ചോ നമ്മൾ ഉറപ്പിക്കുന്നു. ഗോപിയെ 1000 രൂപ 5 പവനോ? ചേച്ചി ഇങ്ങോട്ട് വന്നേ. വാ, ഇങ്ങോട്ട് വാ. ഞാൻ പറഞ്ഞു കേട്ടല്ലോ നീ. ഇവന്റെ ഏട്ടന്മാരോടും ചോദിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞ അപ്പുറത്ത് ഉണ്ടാവില്ല. തീയതി നിശ്ചയിക്കുന്നതിന് മുമ്പ് 25,000 രൂപ അഡ്വാൻസ്. ഇനി ഈ കാര്യം സംസാരിക്കണമെങ്കിൽ അതെന്റെ കയ്യെ കൊണ്ട് തന്നിട്ട് ബാക്കി 25,000 രൂപ കല്യാണത്തിന്റെ തലേന്ന്. തലേന്ന് എന്നുള്ളത് തലേന്ന് തന്നെയാ. മാറ്റുണ്ടായ ചെക്കൻ ഇറങ്ങില്ല ഇവിടുന്ന്. 20 പവനെന്ന് പറഞ്ഞ് തികച്ചില്ലെങ്കിൽ എന്റെ വീതം മാറും. വല്ല മുക്കോ ചെമ്പോ ചേർത്തെന്നെ പറ്റിക്കാന്ന് വെച്ചാ തട്ടാനെ കൊണ്ട് ഒരച്ചു നോക്കിട്ടെ പെണ്ണിനെ ഇതിനകത്ത് കയറ്റു. ഏറ്റു, ഒക്കെ ഏറ്റു. രാമൻകുട്ടി ഏറ്റു തന്നെയാ. ഏറ്റല്ലോ. താൻ എന്റെ അക്രമയെ കാട്ടിയത് 50,000 ഉറുപ്പികയും 20 പവനും നടക്കുന്ന കാര്യമാണോ? ഇതിൽ കൂടുതൽ കാല് പിടിക്കാൻ എനിക്ക് വശില്ല. ഇല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ച് പോവാ. എന്റെ ഈശ്വര, എന്താ ഇപ്പൊ ചെയ്യാ? എന്നാലും എന്റെ ഗോപി, അവര് സ്ത്രീധനം ഒന്നും ചോദിച്ചില്ലെന്നാണോ നീ പറയണത്? അയ്യേ, സ്ത്രീധനേ. സ്ത്രീധനത്തിന്റെ കാര്യം പറഞ്ഞ് ഞങ്ങൾ ചെന്നേക്കരുതെന്ന് അവര് പറഞ്ഞത്. അത്രയ്ക്ക് സ്ത്രീധന വിരോധിയാ. ഇത്രയ്ക്ക് വിരോധമുള്ള ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. എല്ലാം ഭഗവതിയുടെ അനുഗ്രഹം. ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ എനിക്ക് മനസമാധാനത്തോടെ കണ്ണടയ്ക്കാം. അപ്പൊ മുത്തശ്ശി, ഞങ്ങളുടെ കാര്യോ? കണ്ടോ പെണ്ണിന്റെ ഒരു തിടുക്കം? അതൊക്കെ ഗോപിയുടെ ഇഷ്ടം എന്താച്ചാ അതുപോലെ നടക്കും. ഇതൊന്ന് കഴിഞ്ഞോട്ടെ മുത്തശ്ശി. അത് കഴിഞ്ഞ പിറ്റേ ദിവസം ഈ വീടിന്റെ മുമ്പിൽ വന്നു നിന്ന് ഞാനൊരു ചോദ്യമുണ്ട്. മഹേശ്വരിയമ്മേ, മാന്തോട്ടത്തെ മഹേശ്വരിയമ്മേ, എന്റെ പെണ്ണിനെ ഇറക്കി വിടുന്നുണ്ടോ അതോ ഞാൻ പിടിച്ചിറക്കിക്കൊണ്ട് പോണോ? അപ്പൊ മുത്തശ്ശി വന്ന് എന്നോട് വിളിച്ച് പറയും, അത്രയ്ക്ക് ചുണയുള്ളവനാണെങ്കിൽ വിളിച്ചിറക്കിക്കൊണ്ട് പോടാന്ന്. അപ്പൊ ഞാൻ മുണ്ടും മടക്കി കുത്തി ഇങ്ങനെ വന്ന് ഇവളുടെ കൈയും പിടിച്ച് സ്ലോ മോഷനിൽ ഒരു പോക്ക്. വേണ്ട വേണ്ട വേണ്ട, സമയമാകുമ്പോ ഞാൻ തന്നെ നിന്നെ പിടിച്ചേൽപ്പിക്കാം. അവനവിടെ ഗോപി? മോളിലുണ്ട്. ഒരു വിളിക്കേ. ഗോപി, ഇതാ ഏട്ടൻ വിളിക്കണോ? ലോകത്താരും ഇതുവരെ പ്രേമിച്ചിട്ടില്ലല്ലോ. എടാ, നിനക്ക് അവളെ ഇഷ്ടമാണ് ഇങ്ങനെ വിളിച്ചോണ്ട് വരിക. അതിനിവിടെ ആരും എതിര് പറഞ്ഞിട്ടില്ല. അല്ലാതെ ആ കുടുംബം മുഴുവൻ തലയിലേറ്റ് വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു വാക്ക് എന്നോട് ചോദിച്ചോ നീ? ആ ശേഖരൻ പറഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത് കടവിറ്റ കാര്യം. മറച്ചു കൊടുത്ത 15,000 പകടി കിട്ടുമെന്ന് പ്രഭാരം പറഞ്ഞു. പിന്നെ കടയിലെ സാധനങ്ങൾക്ക് ഒരു 10,000. അങ്ങനെ 25,000.
ഇനി ബാക്കി 25,000 എവിടെ നിന്ന് കൊടുക്കുന്നീയേ? അവര് സ്വർണം ചോദിച്ചിട്ടുണ്ടല്ലോ, അത് നീ എന്ത് വെച്ചു കൊടുക്കും? അവറാച്ചനോട് പലിശയ്ക്ക് കടമെടുത്തിട്ടാ അന്ന് ഞാൻ പകടിക്ക് കാശ് കൊടുത്തത്. അത് ഇതുവരെ അടച്ചു തീർന്നിട്ടില്ല. അതുകൂടാതെ ആദ്യത്തെ പെണ്ണിന്റെ കല്യാണം എന്ന് പറഞ്ഞ് എന്നോട് പറയാതെ നീ പോയി 5,000 റുപ്യ വാങ്ങി. എന്തിനപ്പം നിന്റെ ഒരു പുറപ്പാട്? എനിക്കറിയില്ല ഏട്ടാ. എങ്ങനെങ്കിലും ഈ കല്യാണം നടക്കണം. എന്നാലും എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ? പറഞ്ഞ താ സമ്മതിക്കില്ല. മുത്തശ്ശൻ ചെറിയൊന്നും സമ്മതിക്കില്ല. ആകപ്പാടെ ഉണ്ടായിരുന്ന വരുമാനമായിരുന്നു. കടയില്ലെങ്കിലും അത്യാവശ്യത്തിന് പണിയൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യാലോ. ആളുകൾ എന്താ പറയാ? എനിക്ക് വേണ്ടിയിട്ട് ആളുകൾ പറഞ്ഞോട്ടെ, ഇതിപ്പോ ഒരു ത്യാഗമൊന്നുമില്ല. താൻ ചെയ്യേണ്ടത് നമ്മൾ ഒരുമിച്ച് ചെയ്യണു, അത്രേ ഉള്ളൂ. ചെറിയച്ചയുടെ ആഗ്രഹം നടക്കണം. അതുകൊണ്ടും നടക്കില്ലല്ലോ. എനിക്ക് ആലോചിക്കാനേ പേടിയാവുക. ഇനിയും 25,000 ഉറുപ്പിയും 20 പവനും. മുമ്പിൽ ഒരു വഴിയും തെളിയുന്നില്ല. ചെറിയച്ചയുടെ സന്തോഷം കണ്ടപ്പോ ഏറ്റുപോയി. ഇനിയിപ്പോ എങ്ങനെയെങ്കിലും നടത്തിയേ പറ്റൂ. വേണ്ട, മുത്തശ്ശി എപ്പോഴും പറയും ഭാഗ്യമില്ലാത്ത കുട്ടികളോ ഞങ്ങളെന്ന്. ആയിരിക്കും. അല്ലെങ്കിൽ കുറച്ചു കാലം കൂടെ ജീവിച്ചിരിക്കായിരുന്നു അച്ഛന്. കൂട്ടിയാ കൂടാത്തത് ആഗ്രഹിച്ച ഭഗവതി കൂടി ഞങ്ങളെ ശപിക്കും. ഇല്ല, ഭഗവതിക്കറിയാം നമ്മളെ. എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. അല്ലെങ്കിലും പെരുവഴിയിൽ ഉപേക്ഷിച്ചു പോകാൻ പറ്റില്ലല്ലോ തന്നെ. ഭഗവതി എന്നെ ശപിക്കില്ലേ? മൂത്ത ചേച്ചിയുടെ കല്യാണത്തിന് കൊണ്ടുപോയി സാരിയുടെ അടവന്നെ മുഴുവനായിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചാ ആട്ടെ എങ്ങനെയാ അതൊക്കെ തിരിച്ചടയ്ക്കാൻ കണ്ടിരിക്കുന്നത്? ഇങ്ങനൊരു അത്യാവശ്യമായതുകൊണ്ടാണ്. എന്നാലും 5,000 ഒന്നും ഉണ്ടാവില്ല. ഒരു 3,000 നോക്കാം. നാളെ ആവട്ടെ. ആ പ്രദീപേ, നാളെ ഒരു 3,000 റുപ്യ അഞ്ജലിയുടെ അക്കൗണ്ടിൽ കൊടുത്തേക്ക്. ശരി. കൊറേ നേരമായല്ലോ നീ ഇരിപ്പടങ്ങിട്ട്. ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടണില്ല അടുത്തേമേ. 25,000 ഉറുപ്പിക്ക് 20 പവനും നാളെ സന്ധ്യക്കും ഉണ്ടാക്കണം. ചെന്ന് കാല് പിടിച്ച് നോക്കി, ആ തള്ള ഒരു വിധത്തിൽ അടുക്കണില്ല. എടുത്ത പൊന്താത്തത്ര ഭാരം എടുത്ത് തലയിൽ വെക്കുമ്പോ ആലോചിക്കണായിരുന്നു ഗോപിയെ. ഏട്ടന് എത്ര ഉപദേശിച്ചാ നിന്നെ? ഒക്കെ ശരി തന്നെ. എടുത്ത വാരം ഇറക്കി വെക്കാൻ പറ്റില്ലല്ലോ. ചുമക്ക എന്നെന്ന തീരുമാനം. എങ്ങനെ? നിന്നെ കൊണ്ട് കൂട്ടെ കൊണ്ടതിനപ്പുറത്തല്ലേ? ആ ശിവൻകുട്ടിക്ക് എഴുതിയിട്ടൊരു മറുപടിയും കൂടി ഇല്ല. ഇത് വിറ്റോളൂ ഗോപി, ഏട്ടൻ അറിയണ്ട. വേണമെങ്കിൽ ചിന്തുമോളുടെ മാലയും കൂടി ഊരാം. അത്രയെങ്കിലും ആയില്ലോ. വേണ്ട ഇടത്തെ, അത് വേണ്ട. അതുകൊണ്ടൊന്നും തികയില്ലോ. ഏട്ടൻ വരട്ടെ, ഞാനൊരു കൂട്ടം തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഭാരതി, ഏട്ടൻ കാശുണ്ടാക്കാനെന്ന് എവിടെയൊക്കെ തെണ്ടി? അവറാച്ചൻ പറയണ കേട്ടു അവിടെയും ചെന്നിരുന്നു. എന്നിട്ട് തന്നോ? ഏട്ടാ, പല വഴികളും നോക്കണുണ്ട്. പക്ഷെ ഒന്നും ശരിയാവണില്ല. അതിന് ഒരു 5-6 മാസത്തെ സമയം തന്ന എങ്ങനെ ഞാൻ തിരിച്ചു തരാം. ഈ വീടും പറമ്പൊന്ന് പണയം വെച്ച്. കൊള്ളാം, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാലോ. ഗോവിന്ദമേനോന്റെ മക്കള് വീട് പണയം വെച്ച് കണ്ട പെൺകുട്ടികളുടെ കല്യാണം നടത്തണമെന്ന്. എന്നാ പിന്നെ തറവാട് വിറ്റപ്പോ എന്റെ ഓഹരിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അതെനിക്ക് തരണം. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോ അവസാനമായിട്ട് അച്ഛൻ പറഞ്ഞു, ഒന്നേ ഉള്ളൂ നിന്റെ താഴെ, ഒരിക്കലും നിങ്ങൾ തമ്മിൽ പിരിയാൻ ഇടയുണ്ടാവരുന്ന്. അന്ന് നീ 5ാം ക്ലാസ്സിലാ. തറവാട് വിറ്റത് വാങ്ങിയത് നമ്മുടെ രണ്ടാളുടെയും പേരില. ഭാഗം വയ്ക്കാം, ഭാഗം വെച്ച് പിരിയാം. എന്നിട്ട് അതുകൊണ്ട് എന്താ വേണ്ട വെച്ചാ ചെയ്യാം. മക്കള് തെറ്റിപ്പിരിഞ്ഞു എന്നറിഞ്ഞ് വേദനിക്കാൻ മരിച്ച അച്ഛൻ തിരിച്ചു വരുമൊന്നുമില്ലല്ലോ. ഇവിടെ തന്നെ. വെയിറ്റ് ചെയ്യട്ടോ. വാ. ഇവിടെ കിടക്കാനോ? വീട്ടിലേക്ക് വരികയായിരുന്നു ഞങ്ങള്. പാലത്തിന്റെ ചോട്ടിൽ കിടന്ന് ദുഃഖഗാനം പാടിയിട്ടൊന്നും കാര്യം നടക്കില്ല. സതീശ, അതങ്ങൾ കൊടുക്ക്. ദാ
അമ്മ ചോദിക്കണ 20 പവനുണ്ട്. ഇതെന്റെ ഫ്രണ്ട് രമേശ്, ഇവന്റെ ഭാര്യയുടെ സ്വർണ്ണ. തൽക്കാലം ഇതിട്ടിട്ട് ഇറങ്ങട്ടെ ആരതി കല്യാണത്തിന്. സതീശ, സാരമില്ല, അമ്മയെ ബോധ്യപ്പെടുത്തല്ലേ വേണ്ടൂ. പിന്നെ എന്റെ കൂടെയല്ലേ, എങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് തിരിച്ചു കൊടുത്തോളാം ഞാൻ രമേശന്. അമ്മയെ പറ്റിച്ചിട്ടാണെങ്കിലും ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ മുമ്പിൽ വല്ലാണ്ട് മ്ലേച്ഛനായി പോകും ഞാൻ. സ്വർണം കിട്ടിയെന്നുള്ളതല്ല സന്തോഷം, സതീഷിന് ചെറിയ ചൂട് അത്രയ്ക്ക് സ്നേഹം പറഞ്ഞപ്പോഴാ. അമ്മയെ പേടിച്ചിട്ടാ, അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ ഒരു പ്രാവശ്യം കൂടി ചെറിയച്ച കൊണ്ട് ഒളിച്ചോടി പോവാനും മൂപ്പർ റെഡിയാ. ചെറിയച്ച് ചെന്നാലുടനെ ആ തള്ളെങ്ങാനും ഇത് വാങ്ങി അൽമാരിക്കകത്ത് വെച്ച് പൂട്ടിയുണ്ടല്ലോ, എന്നെ സതീഷിന്റെ കാര്യം പോക്കാ. കൊണ്ട് സൂക്ഷിച്ചു വെച്ചോളൂ. സ്വർണം കിട്ടി, ഇനിയിപ്പോ സന്ധ്യയ്ക്കും 25,000 ഉറപ്പിക. മുറ്റത്തി ഒന്ന് മാനത്തോക്കി കിടന്ന നോട്ടുമഴ പെയ്ക്കും ഈശ്വരന്മാര്. അല്ല, അങ്ങനെ ആശ നോക്കാലോ. സ്വർണം ചെക്കൻ തന്നെ തന്നൂല്ലേ? ഇവിടെ തള്ളക്ക് കൊടുക്ക്, കല്യാണം മുടങ്ങണ്ട. 30 ഉണ്ട്, 25,000 കൊടുക്കണ്ട്. ബാക്കി കയ്യിൽ വെക്ക്, ആവശ്യമുണ്ടാവും. ഓഹരിയൊന്നുമല്ല, ആധാരം വെച്ച് അവറാച്ചോടെ എന്നെ വാങ്ങി. സന്തോഷത്തോടെ തന്നെയാ തരണത്. ഇപ്പൊ എന്റെ അനിയനെ കുറിച്ച് എനിക്ക് അഭിമാനമല്ലോ. ഒരായുസിന്റെ പുണ്യം മുഴുവനും അനീപ്പ ചെയ്യണത്. ആരോട് ചോദിച്ചിട്ടാണ് കല്യാണം നടത്തുന്നത്? ഉറുപ്പിയും 20 പവനും. ഭരതമാഷ മോളെ കല്യാണമാകുമ്പോ ആർഭാടത്തിന് ഒട്ടും കുറവ് വരാൻ പാടില്ലല്ലോ, അല്ലേ? എവിടുന്ന് കട്ടുകൊണ്ടെന്നു എന്റെ മറ്റവൻ ഇത്രയും പണം പോണം? എന്താ എല്ലാവരും പണിയൊക്കെ നിർത്തി? ദാ കണ്ടില്ലേ, ആ ആങ്ങളച്ചക്കം വന്ന് കാട്ടിയതാ. അകത്തും നിന്ന് ബഹളം ഉണ്ടാക്കിട്ടത്. ഗോപി വന്ന് താവാന്ന് കരുതി ഇരുന്നതാ. എന്താ എന്താ ഉണ്ടായത്? അവൻ വന്ന പണ്ടൊക്കെ എടുത്തോണ്ട് ഈ ഗോപി. എന്താ ചെയ്യണ്ടെന്ന് അറിയണ്ടേ എനിക്ക്? പോലീസിൽ അറിയിച്ചല്ലോ ഗോപി. ആ തള്ളയുടെ കാശ് കൊടുത്തപ്പോ ഒക്കെ ഭംഗിയോന്ന് കരുതിയതാ. ഇനി ആ സതീഷിനോട് ജനെന്താ പറയണ്ട ഈശ്വര? എങ്ങോട്ടാ പോയിട്ടുണ്ടാവാ? അറിയില്ല. ആ രഘു വരണുണ്ട് ഈ വഴിക്ക്. ഏത് ഭരതമാഷ്ട മോൻ രഘുവാ? ഇവിടെ ഉണ്ടായിരുന്നു ഇത്ര നേരം. കടവിലിക്കാൻ തോന്നുന്നു. നേരെ പോണ കണ്ടു. അത് വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്.
അത് കൊണ്ടുപോകരുത്. നിങ്ങളുടെ പെങ്ങളുടെ ജീവിതം അത്. ഒരു കുടുംബത്തിന് മുഴുവൻ കണ്ണീരുണ്ട് അതില്. അത് ഞാൻ പറയുന്നത് കേൾക്ക്. പ്ലീസ്, അത് കൊണ്ടുപോകരുത്. ഒക്കെ കിട്ടി. ഒരു വളം ഒഴിച്ച്. അത് സാരമില്ല, തൽക്കാലം ഇച്ചൊരു വളം എടുക്കാം. എന്താ എന്താണ്ടായേ? കൊണ്ടുപോയി മുത്തശ്ശി കൊടുക്ക്. മുത്തശ്ശൻ ചെറിയച്ചാക്ക് വിഷമിച്ചിരിക്കല്ലേ. പറയേ, എന്നോട് പറയേ, എന്തുണ്ടായേ? എന്തുണ്ടായേ?
കൊല്ലേണ്ടി വന്നു എനിക്ക്. ഇല്ല, ആരും കണ്ടിട്ടില്ല. പാടത്ത് ചെളിയിൽ വെച്ച വരമ്പത്തൂടെ പൂത വരണ്ടായിരുന്നു. വലിച്ചുകൊണ്ടുപോയി പാർവതിക്കാവിന്റെ പിന്നിലുള്ള പൊട്ടക്കിട്ടിട്ടു. ആരും കണ്ടില്ല, ആരും അറിയാനും പോണില്ല. നാളെ കല്യാണം നടക്കണം. അത് കഴിയണവരെങ്കിലും ആരും ഒന്നും അറിയാൻ പാടില്ല. എങ്ങനെ കിട്ടിയെന്ന് മുത്തശ്ശൻ ചെറിയ ചോദിച്ച എന്തെങ്കിലും നുണ പറഞ്ഞേക്കണം. പെണ്ണ് എവിടെ പോയി കിടക്കുക? മുത്തശ്ശി ചെല്ലേ, കരയാണ്ട് ചെല്ലേ. കരഞ്ഞ് മറ്റുള്ളവരെ അറിയിച്ച് ചെറിയ കല്യാണം നടക്കാതെ വരരുത്. ചെല്ലേ, ഞാൻ വന്നോളാം. വാ. നീ എവിടെയായിരുന്നു കുറെ നേരമായിട്ട്? ഇവിടേക്ക് തന്നെ ഉണ്ടായിരുന്നല്ലോ. നിനക്കെന്തൊരു ഉത്സാഹക്കുറവ് പോലെ? ഏയ്, ഞാനിതൊന്ന് കഴിയണവരെ ഒരു ടെൻഷൻ. ഇനി എന്ത് ടെൻഷൻ? ഒക്കെ റെഡിയല്ലേ? ചെക്കൻ ഇപ്പൊ എത്തും. അധികാരിയെ വിളിക്കാൻ കാറ് പോണം. ടൈലർ ടാക്സി വിളിച്ചിട്ട് അതുവരെ പോവാ. ഞാൻ പ്രത്യേകം വിളിച്ചിട്ടാ മൂപ്പര് വരണം. കാറ് കൊണ്ടില്ലാണ്ട് മൂപ്പര് വരില്ല. ഇങ്ങോട്ട് കാറ് കയറില്ലല്ലോ. ഒരു പല്ലക്കാരിക്ക് സൗകര്യം. 4 ആളെയും കൂട്ടാം, ചുമന്നിട്ട് വരാം. പാലത്തിന്റെ ഇപ്പം വരെ കാറ് വരുമല്ലോ. പിന്നീട് നടന്നോളൂ അധികാരി. വരിക. അമ്മ വന്നില്ലേ? വരുന്നുണ്ട്. അല്ലടോ അയൽക്കാരാ, നാഗസ്വരം വായിക്കാൻ ആരെയാ വിളിച്ചിരിക്കണേ? അപ്പു ചെട്ടിയാരായിരുന്നു ഈ വായിക്കുന്നത്. കാണാൻ തന്നെ ഒരു കലയായിരുന്നു. കാശിത്രി അധികം കൊടുക്കണം. കച്ചേരിയല്ല, കല്യാണമാണ് ഇവിടെ നടക്കുന്നത്. അത് ഞാൻ അറിഞ്ഞില്ല. ഓ, ഇയാളെ ടാക്സി വിളിക്കാൻ പോയില്ലേ? സദ്യ ഗംഭീരാക്കണേ. വേഷായി ദേഹണത്തിന് കൃഷ്ണൻകുട്ടിയോ? ഇയാള് സാമ്പാർ വെച്ച നാക്കില് വെക്കാൻ പറ്റുമോ? ആ തിരുവില്ലാമല ശങ്കരംഭ്രാന്തിരി ആയിരുന്നെങ്കിൽ കാശിത്രി ജാസ്തിയാവുന്നുള്ളൂ. സദ്യ പൊടി പിടിക്കും. ഇന്നാള് രാഘവൻ നായരുടെ ചെക്കന്റെ കല്യാണത്തിന് ഇമ്രാന്തിരിയുടെ സദ്യവട്ടം ഇപ്പോഴൊന്നും ആവുന്നു പോയിട്ടില്ല. ഇയാള് ടാക്സി വിളിക്കാൻ പോയില്ലേ? അപ്പോഴേ ഒന്നിട്ട് വന്നേ. ഇനി ചെക്കൻ ചിലപ്പോ വരുണ്ടാവില്ല എന്ന് വെക്കാ. അല്ല, അങ്ങനെ സംഭവിക്കായില്ലല്ലോ. പകരത്തിന് വേറൊരാളെ കണ്ടു വെച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞു തന്നോ. അതെ അച്ഛനാരെ അറിഞ്ഞോ? നമ്മുടെ പാർവതിക്കാവിന്റെ പിന്നാപ്പുറത്തുള്ള പൊട്ടക്കിണറ്റിലെ ഒരു ശവം കിടക്കണം. അവിടെ നിറയെ കൂടിയിട്ടുണ്ട്. ആരാപ്പത് പാർവതിക്കാവിലെ പൊട്ടക്കിണറ്റിൽ ചാടിച്ചത്തത്? ചാടിച്ചത്തതോ അതോ കൊന്നിട്ട് കൊണ്ടിട്ടതോ ആർക്കറിയാം. ഒക്കെ ഭംഗിയായിട്ട് നടക്കും. ഒന്നുണ്ടാവില്ല. അതറിയരുത്. ചെറിയ ചുരുങ്ങുന്നുണ്ടെന്ന് പോയി നോക്ക്. അവര് വന്ന് എത്രയും പെട്ടെന്ന് ചടങ്ങ് തീർക്കണം. ആരും ഒന്നും അറിയണ്ട. നീ ഇവിടെ നിൽക്കുക. ഭാരതി അന്വേഷിക്കണ്ടായിരുന്നോ തന്നെ? അഞ്ജലി, മുല്ലപ്പൂ എവിടെ വെച്ചിരിക്കുന്നത്? അതും കൂടെ എടുത്തോളൂ. മുല്ലപ്പൂ അത് വാങ്ങിപ്പിക്കാൻ പറഞ്ഞിരുന്നല്ലോ എന്നോട്. മറന്നോ? മറന്നിട്ടില്ല. ഈ പെണ്ണിന് എന്താ പറ്റിയത്? വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. സംഗതി ഞാനും ഭരതനുമായിട്ട് ചില്ലറ പിണക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു ആപത്ത് നേരത്ത് അച്യുതനാരനെ വേണം സഹായത്തിന്. ഇവിടെ ഇപ്പൊ ആപത്തല്ലല്ലോ, ആഘോഷമല്ലേ? രണ്ടും ഒന്നെ. കാശിന് ചെലവില്ലാത്ത കാര്യമാണെങ്കിൽ അച്യുതനാരുണ്ടാവും മുമ്പില്. വരൂ 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 വരൂ. നടക്കൂ നടക്കൂ. എല്ലാം അങ്ങോട്ട് പൊക്കോളൂ, അങ്ങോട്ട് പൊക്കോളൂ, ഇരുത്തോളൂ. അതെ, കൊട്ടക്കിണറ്റിൽ കണ്ട ശവം വേറെ ആരുടെ അല്ല,
ഭരതമാഷിന്റെ മോന്റെ രഘുവിന്റെ പോലീസ് നായൊക്കെ എത്തിയിട്ടുണ്ട് അവിടെ. കൊലപാതകമാണോ കേക്കണേ? അതാപ്പ കഥ. ആപത്തേന്ന് ഞാൻ പറഞ്ഞപ്പോ എന്തായി വരേ? എന്റെ നാക്കിൽ ഗുളികനാ. ആരോ തല്ലുകൊന്ന് കിണറ്റിലിട്ടതാവുന്ന പറയണത്. ആവും വഴക്കും വക്കാനും ഒഴിഞ്ഞ നേരണ്ടോ? അപ്പോഴേ അറിയാം അവന്റെ ആയുസിന് നീളല്ലാന്ന്. അല്ലാച്ചോന്നാരേ, ഈ മരിച്ചത് ആരാ? ഈ കുട്ടികളുടെ ആങ്ങള. ആങ്ങള മരിച്ചു എന്ന് കേൾക്കുമ്പോ എങ്ങനെ പെങ്ങളുടെ കല്യാണം നടത്തുക? നേരാണല്ലോ, ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് പോയില്ല. ഇനിയിപ്പോ എന്താ വേണ്ടത് മഹേശ്വരമേ? കല്യാണം നിർത്തുക, അതിനല്ലേ വേണ്ടത്? കല്യാണം മാറ്റി വെച്ചിരിക്കുന്നു. കല്യാണം മാറ്റിയെന്ന് പറഞ്ഞാലെങ്ങനെ? അത് പറ്റില്ല. ഇയാളല്ലാതെ തീരുമാനിക്കേണ്ടത്. ഇവിടെ കാരണന്മാരുണ്ട്. ഇത്രയും നാള് കാരണന്മാരെ കണ്ടില്ലല്ലോ. കല്യാണം നടക്കണം. മുത്തശ്ശി പെണ്ണിനെ ഇറക്കാൻ പറയും. ധിക്കാരം പറയാ ഇയാള്. അയൽക്കാരന് കല്യാണം കൂടാനുള്ള അവകാശമുണ്ട്, സദ്യ ഉണ്ടാകാനുള്ള അവകാശമുണ്ട്. അതിനപ്പുറമുള്ള കാര്യങ്ങൾ ബാക്കിയുള്ളവർ നടത്തിക്കോളും. അയൽക്കാരനായിട്ടല്ല ഗോപി ഇവിടെ. അവൻ പറയണതാ ശരി. കല്യാണം മുടക്കാൻ വയ്യ. എന്താ മഹേശ്വരമേ നിങ്ങൾക്കുല്ലേ ബോധം? ഒന്നുമില്ലെങ്കിൽ ഒരേ ചോരയല്ലേ? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണോ? അങ്ങനെയാന്ന് പേരേ ഉണ്ടായിരുന്നുള്ളൂ. കൊല്ലാൻ നടക്കിയിരുന്നില്ലേ വിറ്റുള്ളവൻ. ഒരു കണക്കിന് ഉപദ്രവം തീർന്നു എന്ന് കരുതേനെ. അങ്ങനെയാണ് തീരുമാനമെങ്കിൽ എനിക്ക് അതിൽ എതിർപ്പുണ്ട്. നാട്ടുമര്യാദ എന്നൊന്നില്ലേ? ഇങ്ങനെ കല്യാണത്തിന് കൂടാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. വരാ വരെ. അമ്മാമേ ഒന്നും കിട്ടു വരൂ. എന്താ പറയൂ? വരൂ. പ്രായത്തിന്റെ ബഹുമാനമൊക്കെ തരണുണ്ട്. വേണ്ട വേണ്ടെന്ന് പലതവണ കരുതണു. ഇത്രത്തോളായ സ്ഥിതിക്ക് ഇനി വേണം. എന്താ? ഇതുകൊണ്ട് മതിയാവൂല്ലെങ്കിൽ ഇനി എന്റെ കൈ പൊങ്ങും. മേലെങ്കിലും നോക്കില്ല. കല്യാണം നടക്കണം, മനസ്സിലായോ? ഗോപി വന്നേ. ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഗോപി പറഞ്ഞ അതിന്റെ ശരി. ഞാനിതെന്റെ ആദ്യം ആലോചിക്കാഞ്ഞതെന്ന് ആലോചിക്കണേ. ഇതൊരു പെൺകുട്ടിയുടെ ഭാവിയുടെ കാര്യല്ലേ? അതും ഈ ഗോപിയും അഞ്ജലിമോളൊക്കെ കഷ്ടപ്പെട്ട് ഇത്രയും എത്തിച്ചിട്ട് കല്യാണം നിർത്തണ്ട, നടക്കട്ടെ. മരിച്ചവര് മരിച്ചു. വേണമെങ്കിൽ അതിന്റെ പേരിൽ ഈ ചടങ്ങ് കഴിഞ്ഞ് 1 മിനിറ്റ് എണീറ്റ് നിന്ന് മൗന പ്രാർത്ഥന നടത്താം നമുക്ക്. എന്നാലും വഹിക്കണ്ട, കുട്ടി ഇറക്കിക്കോളൂ. അതായത് വായിച്ചോളൂ. ഒന്ന് വേഗം ഇങ്ങോട്ട് വരൂ, മുഹൂർത്തം തെറ്റും. ആ വിളക്കിട്ട് തരൂ, വിളക്കിട്ട് തരൂ. ആ വളരെ ആലോചിച്ച് കയറിക്കോളൂ. ആ രാധാകൃഷ്ണൻ എപ്പോഴാ വരുന്നു? അവിടെ പോലീസും ബഹളുവാ. പാർവതിക്കാവിന് നായ നേരെ കടവിലേക്ക് പോയിട്ടുണ്ട്. ഒന്ന് ഒതുങ്ങിക്കോളൂ. ഒന്ന് 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 അഞ്ജലി, അഞ്ജലി, എനിക്ക് വയ്യ, ഇനി വയ്യ എനിക്ക്.
ഗോപി വീട്ടിൽ പോകുന്നില്ലേ? ഉറക്കം വരണില്ലേ മുത്തശ്ശി? മേലിൽ തന്നെയല്ലേ വരുന്നുണ്ടാവുക? അപ്പൊ വെളുപ്പിനെ എത്തില്ലേ? വെളുക്ക ഇനിയുണ്ട് നേരം, വന്ന് കിടക്ക. മുത്തശ്ശി കിടന്നോളൂ. ഈ കുട്ടിയുടെ ഒരു തിടുക്കം. ഈ 5 കൊല്ലം കാത്തിരുന്നില്ലേ നീയെ? എന്നിട്ടാ ഇനിയിപ്പോ ഈ രാത്രിയും കൂടി? അവൻ ഇടഞ്ഞല്ലേ വരിക. വന്ന് കിടന്നോളൂ കുട്ടി. ചന്ദനജാലകം തുറക്കൂ, നിൻ ചെമ്പകപ്പൂ മുഖം വിടർത്തൂ, നാണത്തിനെ തിരി കൊളുത്തു, ഈ നാട്ടുമാഞ്ചോട്ടിൽ വന്നിരിക്കൂ, അഴകുഴിയും മിഴികളുമാ കുളിരണിയും മൊഴികളുമാ ഒരു മാത്ര എന്നെയും ക്ഷണിക്കൂ, ഈ രാത്രി ഞാൻ മാത്രമാ. പാതിര പുള്ളുണർന്നു പരൽ മുല്ലക്കാടുണർന്നു, പാഴ്മുളം കൂട്ടിലെ കാറ്റുണർന്നു, താമര പൂങ്കൊടി തങ്കച്ചിലമ്പൊലി, നീ മാത്രം ഉറക്കമെന്തേ പിണക്കമെന്തേ.